നോക്കണം, ഒരു തിരഞ്ഞെടുപ്പാണ്. അതിന്റെ തലേന്ന് നാണം കെട്ട കാഴ്ചകൾ കാണുകയാണ് നമ്മൾ. മടക്കി ചുരുട്ടിയ പണം കൈപ്പിടിയിൽ വെച്ചുകൊടുത്ത് ജയിക്കാൻ ഇറങ്ങുന്നവർ രാഷ്ട്രീയം പറയുന്നത് കേൾക്കേണ്ടി വരുന്നത് പോലും ലജ്ജാകരമാണ്. മിനിറ്റുകൾക്കുള്ളിൽ പൊട്ടിവിരിഞ്ഞത് എത്ര ന്യായീകരണങ്ങളാണ്. നാട്ടുകാരെല്ലാം കണ്ട ഒരാളെ നിഴല് മാത്രമെന്ന് പറയുന്നു സ്ഥാനാർത്ഥി. നട്ടുച്ചയെ നട്ടപ്പാതിര എന്ന് പറഞ്ഞാൽ ഇതിലും ഭേദമാണ്. കാശു മാത്രമോ? കിറ്റ്, സാരി, പോരാത്തതിന് കൈക്കരുത്തും. പിഷാരടിയെ തടഞ്ഞതിനു ശേഷം സ്ത്രീവിരുദ്ധത ആരോപിച്ചു. ഇന്നും ലൈംഗികാധിക്ഷേപം ആരോപിക്കുന്നു. കേരളത്തിൽ രാഷ്ട്രീയ സാക്ഷരതയ്ക്ക് അത്രയ്ക്കൊന്നും കോട്ടം തട്ടിയിട്ടില്ല. കാണേണ്ടത് കാണാനും ഒഴിവാക്കേണ്ടത് ഒഴിവാക്കാനുമുള്ള സാമാന്യ ബുദ്ധി ഈ നാട്ടിലെ ജനങ്ങൾക്കുണ്ട്. വോട്ടിംഗ് മെഷീനിൽ നാളെ അത് തെളിയും. 23-ാം പക്കം വരുന്ന ഫലത്തിലും. ബിജെപി നേതാവ് പ്രശാന്ത് ശിവൻ ഈ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്കും കേരളത്തിന് മുന്നിലേക്കും എത്തിച്ച വിനീഷ് സർഗ, കോൺഗ്രസിൽ നിന്ന് ശ്രീ രാജു പി നായർ, CPM-ൽ നിന്ന് ശ്രീ വി വസീഫ്, വലത് നിരീക്ഷകൻ ശ്രീ AK അനുരാജ്, രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ A സജീവൻ എന്നിവർ നമ്മളോടൊപ്പം തത്സമയം ചർച്ചയിൽ ചേരുകയാണ്. ആദ്യം നമ്മൾ പോകുന്നത് പ്രശാന്ത് ശിവനിലേക്കാണ്. പ്രശാന്ത്, ഈ നോട്ടുകെട്ടുകൾ കൊണ്ട് വോട്ട് വാങ്ങാമെന്നൊരു വിചാരം ഉണ്ടായിപ്പോയോ? മധു, കേൾക്കാമോ? കേൾക്കാം. ഇതിനകത്ത് തുടക്കത്തിൽ തന്നെ ഞാൻ ഒരു ക്ഷമാപണത്തോട് തന്നെ ഒരു കാര്യം പറയാം. ആകെ ഒരു 10-15 നിമിഷം 10 നിമിഷമാണ് എന്നോട് ഈ ചർച്ചയിൽ ഉണ്ടാവണം എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുള്ളത്. അത് ഈ തെരഞ്ഞെടുപ്പ് തിരക്കിനിടയിൽ 10 മിനിറ്റ് സമയം മാത്രമാണ് എനിക്ക് ഈ ചർച്ചയിൽ തുടരാനായിട്ട് സാധിക്കുക. അത് ഓൾറെഡി അറിയിച്ചതിന് ശേഷമാണ് ഞാൻ ഈ ചർച്ചയിൽ വന്നിട്ടുള്ളത്. ഇനി നേരെ വിഷയത്തിലേക്ക് വരാം. ഇതിനകത്ത് ഇന്ന് കാലത്ത് കണ്ണാടിയിലുണ്ടായ സംഭവവുമായി ബന്ധപ്പെട്ട് ഇതിനകത്ത് ഞാൻ പറയുന്ന ഹലോ, എനിക്ക് വളരെ ക്ലിയർ ആണെന്ന് പറഞ്ഞോളൂ. ഇതിനകത്ത് കണ്ണാടിയിലേക്ക് ഇന്ന് ശോഭാ സുരേന്ദ്രൻ്റെ നേതൃത്വത്തിലുള്ള BJP-യുടെ കുറച്ച് പ്രവർത്തകരും നിശബ്ദ പ്രചരണത്തിൻ്റെ ഭാഗമായി ചില വോട്ടർമാരെ കാണുന്നതിന് വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് ഈ ദൃശ്യങ്ങൾ വന്ന സമയം മുതൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകന്മാർ, സ്ഥാനാർത്ഥി ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്ന 2 വേർഷനുണ്ട്. ഒന്ന്, ആ അമ്മ തന്നെ പറയുന്നുണ്ട്, എനിക്ക് മരുന്നിന് പൈസ വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു, എൻ്റെ കയ്യിൽ പൈസ കിട്ടിയിട്ടില്ല എന്ന് മാധ്യമങ്ങൾ ആവർത്തിച്ച് ചോദിച്ച സമയത്ത് ആ അമ്മ പറയുന്നുണ്ട്. ഒന്ന്. 2, ഇതിനകത്ത് BJP-യുടെയോ BJP-യുടെ പ്രതിനിധികളോ പൈസയായിട്ടോ ഉപഹാരങ്ങളായിട്ടോ അവിടെ നിന്ന് ആ അമ്മയുടെ കയ്യിൽ കൊടുത്തിട്ടില്ല. 2, ഈ ബാഗിൽ നിന്ന് എടുത്ത് കൊടുത്തു എന്നാണ് പറയുന്നത്. ഇത് കൊടുക്കുന്ന സമയത്ത് കോൺഗ്രസിൻ്റെ തന്നെ നേതാവ് വിനീഷ് ആ അമ്മയുടെ തൊട്ടടുത്ത് നിൽക്കുന്നുണ്ട്. അങ്ങനെ കോൺഗ്രസിൻ്റെ ഒരു നേതാവിൻ്റെ മുൻപിൽ ഈ പൈസ എടുത്ത് കൊടുക്കാത്തക്ക വിഡ്ഢികളായിട്ടുള്ള ആളുകളല്ല BJP-യുടെ ആളുകൾ. 3, ഇതിനകത്ത് ഈ ചാനലുകളിൽ ഇത്തരത്തിലുള്ള ഒരു ദൃശ്യം വരുന്ന സമയത്ത് ആ അമ്മയുടെ പ്രതികരണം ചോദിച്ചതിന് ശേഷം നിങ്ങൾ ഈ ദൃശ്യം പ്രചരിപ്പിച്ചിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ വ്യക്തത വന്നിട്ടുണ്ടാവും. BJP-ക്ക് പറയാനായിട്ട് ഈ വിഷയത്തിലുള്ളത്, BJP-യുടെ സ്ഥാനാർത്ഥിയോ പ്രവർത്തകന്മാരോ പൈസ കൊടുത്തുകൊണ്ട് ഒരു വോട്ടർമാരെയും സ്വാധീനിക്കാൻ ശ്രമിച്ചിട്ടില്ല. ഇവിടെ ഞങ്ങൾ പ്രവർത്തിച്ചതിൻ്റെ ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട്. ആ ആത്മവിശ്വാസത്തോടെ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഓക്കെ, പ്രശാന്ത് ശിവൻ, നോക്കൂ, ഈ കാര്യം ഈ തരത്തിലേ വിശദീകരിക്കാൻ കഴിയുകയുള്ളൂ. പക്ഷേ നിങ്ങളുടെ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ പറഞ്ഞതിൽ എത്രത്തോളം കടകവിരുദ്ധതകളുണ്ട്? ഒന്നാമത്തെ കാര്യം പറഞ്ഞു, അങ്ങനെ ഒരു സ്ത്രീ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നില്ല. രണ്ടാമത് പറഞ്ഞു, അതൊരു നിഴലാണെന്ന്. മുല്ലപ്പൂ വെച്ച നിഴലോ? അതൊരു അത്ഭുതകരമായ പ്രതിഭാസമാണ്. മൂന്നാമത്തേത്, ആ സ്ത്രീ വാഹനത്തിലിരിക്കുന്നതിന്റെ ഫോട്ടോകളടക്കം പുറത്തു വന്നു. ഞാൻ പറയട്ടെ? പറയൂ. എൻ്റെ ഒപ്പം അങ്ങനെ ഒരു സ്ത്രീ ഇല്ല എന്നല്ല അവർ പറഞ്ഞു. കാരണം ആ പത്രസമ്മേളനത്തിൽ ഞാൻ കൂടെ ഉണ്ടായിരുന്നു. നിങ്ങൾ ഇതിനകത്ത് ആദ്യം കണ്ട വിഷ്വലിൽ കാണിച്ച സമയത്ത് അതിനകത്ത് ചോദിച്ചത് നിങ്ങളോടൊപ്പം ആ സ്ത്രീ യാത്ര ചെയ്യുന്നില്ല എന്ന് ചോദിച്ച സമയത്ത് ഏത് സ്ത്രീയാണ്? അത് എൻ്റെ നിഴലാണെന്നാണ് പറഞ്ഞത്. അല്ലാതെ അങ്ങനെ ഒരു സ്ത്രീ ഇല്ല എന്നല്ല പറഞ്ഞത്. അവിടെ ഒരു സ്ത്രീ ഇവരെ കാണാനായി പോയതിൻ്റെ ദൃശ്യങ്ങൾ ചാനലുകളിൽ ഉൾപ്പെടെ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വരുന്ന സമയത്ത് ഇവർ നോട്ട് കെട്ട് കൈമാറുന്നതിൻ്റെ ദൃശ്യം എവിടെയാണുള്ളത്? ആദ്യം ഒരു ദൃശ്യം ആ അമ്മയുടെ കയ്യിൽ പിടിക്കുന്ന ദൃശ്യം കാണുന്നുണ്ട്. പിന്നെ അതിനുശേഷം വരുന്നത്, ഒരു മിനിറ്റ് ഞാനൊന്ന് പൂർത്തിയാക്കട്ടെ. കൈ തുറന്ന് കാണിക്കുന്നുണ്ട്. നോക്കൂ, പെൻഷൻ കിട്ടിയ പൈസയാണ് എന്ന് പറയുന്നത് ഒരു വയോധികയെ അവിശ്വാസത്തിൽ എടുക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. ഞാൻ അവരെ ഈ ചിത്രത്തിലെ വെക്കുന്നില്ല. പെൻഷൻ കിട്ടിയ പൈസ 4ആയി മടക്കി കൈ വെച്ചുകൊണ്ടല്ല വീടിന്
എന്നത് സാമാന്യ ബുദ്ധിയാണ്. പ്രശാന്ത്, ഒരൊറ്റ നിമിഷം ഞാനൊന്ന് ചോദിച്ചു തീർക്കട്ടെ. അതൊന്നാമത്തേത്, ഇത് പെൻഷൻ കിട്ടിയ 4000 രൂപ കയ്യിൽ മടക്കി വെച്ചുകൊണ്ടല്ല ആരും വീട് ഒരൊറ്റ നിമിഷം. ഒരൊറ്റ നിമിഷം. അല്ല, അവർ ഈ വാഹനത്തിന് പുറകിലിരിക്കുന്ന സ്ത്രീയുടെ വല്യമ്മയാണെന്ന് പറയുന്നു. ഈ സിമി എന്ന് പറയുന്ന സ്ത്രീയുടെ വല്യമ്മയാണോ വീട്ടിലിരിക്കുന്നത്? നിങ്ങൾ അത് തെളിയിക്കാനെങ്കിലും കഴിയും. അത് പറഞ്ഞത് ശോഭാ സുരേന്ദ്രനല്ലേ? ഇതിനകത്ത് രണ്ട് കാര്യം ഞാൻ പറയാം. സിമിയുടെ വല്യമ്മയാണ് അവിടെ ഇരിക്കുന്നത് എന്ന് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞിട്ടില്ല. സിമിയുടെ ബന്ധുവാണ് അവിടെ ഇരിക്കുന്നതെന്ന് ഒന്നും പറഞ്ഞിട്ടില്ല. ഒന്ന്. രണ്ട്, ഇതിനകത്ത് പെൻഷൻ കിട്ടിയ പൈസയാണെന്ന് ആ അമ്മൂമ്മ പറഞ്ഞ സമയത്ത് അത് മടിക്കുത്തിൽ വെച്ചുകൊണ്ട് വെയിൽ കായാൻ ഇരിക്കുമോ എന്ന് ചോദിച്ച സമയത്ത് അങ്ങനെ ആ പൈസ അവർ മടിക്കുത്തിൽ വെച്ചുകൂടായിക എന്നുണ്ടോ? അവിടെ ആ പൈസ കയ്യിൽ ചുരുട്ടിപ്പിടിച്ച പൈസ, ഇവർ കയ്യിൽ ചുരുട്ടിപ്പിടിച്ച പൈസ കയ്യിൽ കൊടുക്കുന്ന ദൃശ്യം എന്തുകൊണ്ടാണ് ഇത്രയും വീഡിയോ എടുത്ത ആളുകൾക്ക്, ഈ വിനീഷ് ഉൾപ്പെടെ അവിടെ നിൽക്കുന്നുണ്ടല്ലോ, ഈ വിനീഷ് ഈ രണ്ടാമത് കാട്ടുന്ന ദൃശ്യത്തിൽ കോൺഗ്രസിന്റെ നേതാവ് വിനീഷ് ഉൾപ്പെടെ കയ്യിൽ പൈസ വെച്ച ദൃശ്യമാണ് കാണിക്കുന്നത്. ഇത് രണ്ടും മനസ്സിലാക്കുന്നുണ്ട്, രണ്ട് ഷോട്ട്സ് ആണെന്ന്. ആദ്യം ഇവർ പൈസ കൊടുക്കാനായിട്ട് പോകുന്നു എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ഷോട്ട്സ്. ഒരു മിനിറ്റ് ഞാനൊന്ന് പൂർത്തിയാക്കട്ടെ. അല്ല, ഞാൻ ഇതിനകത്ത് നിങ്ങൾ പറഞ്ഞതിൽ ഞാൻ പറയുന്നതൊന്ന് പൂർണ്ണമായി കേട്ട ശേഷം മാധു പറഞ്ഞോളൂ. ആദ്യം ഞാൻ ചോദിച്ച ഒരൊറ്റ ചോദ്യമാണ്. ആദ്യം ഇതിനകത്ത് പോകുന്ന സമയത്ത് ആ സ്ത്രീയുടെ കയ്യിലേക്ക് ചുരുട്ടിക്കെട്ടിയ നോട്ട് കെട്ട് കൊടുക്കുന്നതിൻ്റെ ദൃശ്യം വിഷ്വലി കാണിക്കുവാനായിട്ട് ആർക്കെങ്കിലും സാധിച്ചിട്ടുണ്ടോ? കോൺഗ്രസ് പാർട്ടിക്കോ കോൺഗ്രസിൻ്റെ പ്രവർത്തകർക്കോ ചാനലുകൾക്കോ അത് കാണിക്കുവാൻ സാധിച്ചിട്ടുണ്ടോ? ഇത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ദൃശ്യം വരുന്നത് കയ്യിൽ ചുരുട്ടിക്കെട്ടിയ നോട്ടുകെട്ടുകളുമായിട്ട് ആ അമ്മൂമ്മ ഇരിക്കുന്നു എന്ന് പറഞ്ഞു. അവിടെയുള്ള ഈ അമ്മൂമ്മയുടെ മടിക്കുത്തിൽ ഉണ്ടായിരുന്ന പൈസയാണ് അത് എന്ന് ആ അമ്മൂമ്മ തന്നെ പറഞ്ഞ സമയത്ത്, അവരുടെ ബന്ധുക്കാർ തന്നെ പറഞ്ഞ സമയത്ത്, അല്ല സിമിയാണ് ആ പൈസ കൊടുത്തത് എന്ന് സ്ഥാപിക്കേണ്ടത് കോൺഗ്രസിൻ്റെ ഉത്തരവാദിത്തമാണോ അതോ ചാനലുകളുടെ ഡ്യൂട്ടിയാണോ? അവിടെ ആ അമ്മ പറയുന്നു എനിക്കിങ്ങനെ ഒരു പൈസ കിട്ടിയിട്ടില്ല എന്ന് പറയുന്ന സമയത്ത്, അല്ല സിമി പോയി കൊടുത്ത പൈസയാണ് എന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ, വാദത്തിന് വേണ്ടിയാണെങ്കിലും അത് അംഗീകരിക്കണമെങ്കിൽ ആ സിമി കയ്യിൽ പൈസ കൊടുക്കുന്നതിൻ്റെ ദൃശ്യം കാണിക്കേണ്ടതല്ലേ? ഞാൻ ഒരു മിനിമം ഡൗട്ടാണ് ചോദിക്കുന്നത്. അല്ല ശ്രീ പ്രശാന്ത് ശിവൻ, ക്യാമറ തുറന്ന് വെച്ചേക്കുന്നിടത്ത് ഈ പണം കൈമാറ്റം ചെയ്യില്ല, അതിനുള്ള വിഡ്ഢിത്തരം, നോക്കൂ, ഡിബേറ്റബിൾ ആണെങ്കിൽ പോലും അതിനുള്ള വിഡ്ഢിത്തരം BJP-ക്കാർ കാണിക്കില്ല എന്ന് അങ്ങ് തന്നെയല്ലേ പറഞ്ഞത്? അവരവിടുന്ന് തിരിഞ്ഞു പോകുന്നതിന്റെ തൊട്ട് പിറ്റേ അടുത്ത സെക്കൻഡാണ് ഈ കയ്യിൽ ചുരുട്ടിപ്പിടിച്ച പണം കാണിച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങ് അത് ഒരൊറ്റ ദൃശ്യത്തിൽ വേണമെന്ന് വാശി പിടിക്കുന്നത് ടെസ്റ്റ് ചെയ്യലാണോ? ആയിക്കോട്ടെ, ഈ കയ്യിൽ ചുരുട്ടിപ്പിടിച്ച പണം ഉണ്ടായിരുന്നു, കയ്യിൽ ചുരുട്ടിപ്പിടിച്ച പണം കാണിക്കുന്നു എന്ന് പറഞ്ഞു. സിമി നായർ കൊടുക്കുന്ന പൈസ അല്ലെങ്കിൽ XY ആരാണ് കൊടുക്കുന്നത് എന്ന് കാണിക്കാമല്ലോ. സമ്മതിക്കുന്നത് 10-90 വയസ്സുള്ള ഒരു സ്ത്രീ അത് സമ്മതിച്ചു കൊടുക്കണമെന്ന് വാശി പിടിച്ച ഈ കാര്യങ്ങൾ തെളിയിക്കണമെന്ന് പറയുന്ന ബുദ്ധിമുട്ട്. ഒരൊറ്റ മിനിറ്റ് പ്രശാന്ത് ശിവൻ, ഞാൻ ആ പ്രതികരണം, അങ്ങ് നേരത്തെ ചോദിച്ച പ്രതികരണം കാണിക്കാം. പ്രൊഡ്യൂസർ ഒന്ന് പ്ലേ ചെയ്യൂ. പൈസ കൊടുത്ത് ഞാൻ പൈസ കൊടുത്തിട്ട് മോശം കാൻഡിഡേറ്റിൽ പോയിട്ട് പൈസ കൊടുത്തിട്ട് മോശം പൈസ കൊടുത്ത് ഞാൻ പൈസ കൊടുത്തിട്ട് മോശം കാൻഡിഡേറ്റിൽ പോയിട്ട് പൈസ കൊടുത്തിട്ട് മോശം. ആ കുട്ടിയുടെ, അതായത് ആ വണ്ടിയിലിരുന്ന കുട്ടിയുടെ വല്യമ്മയാണ് എന്ന് അങ്ങ് നേരത്തെ പറഞ്ഞു, ശോഭാ സുരേന്ദ്രൻ പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് കേൾക്കുന്ന ശബ്ദമാണ് നമ്മളിപ്പോൾ കേട്ടത്. ശോഭാ സുരേന്ദ്രന്റെ ദൃശ്യങ്ങളടക്കം. എങ്ങനെയാണ് ഇനി നിഷേധിക്കാൻ കഴിയുക വല്യമ്മ ബന്ധം? ഇതിനകത്ത് ഞാൻ തുടക്കം മുതൽ പറഞ്ഞ രണ്ട് കാര്യമുണ്ട്. ഇതിനകത്ത് ആ കുട്ടി വല്യമ്മയുടെ കയ്യിൽ പൈസയോ പൈസയ്ക്ക് തുല്യമായ മറ്റെന്തെങ്കിലുമോ പൈസ കൊടുത്തത് എന്തിനാ എന്ന ചോദ്യത്തിനാണ് പ്രശാന്ത് ശിവൻ പറഞ്ഞത് ആ കുട്ടിയുടെ വല്യമ്മയാണ് എന്ന്. പൈസ കൊടുത്തത് എന്തിനാ എന്ന ചോദ്യത്തിനാണ് പറഞ്ഞത് വല്യമ്മയാണ് എന്ന്. നേരത്തെ പറഞ്ഞില്ല. പറയുന്നത് കേട്ടല്ലോ. പൈസ കൊടുത്തത് എവിടെ, എന്തിനാണ് എന്ന ചോദ്യത്തിനാണ് പൈസ കൊടുത്തില്ലെന്ന് പറഞ്ഞല്ലോ നിങ്ങളുടെ സ്ഥാനാർത്ഥി. ആ സ്ഥലത്തുണ്ടായിരുന്ന സ്ഥാനാർത്ഥി പൈസ കൊടുത്തില്ലെന്ന് പറയുന്നില്ല പ്രശാന്ത് ശിവൻ. ഇപ്പൊ അങ്ങേക്ക് ബ്രീഫ് ചെയ്ത് കിട്ടിയ വിവരമാണ്. അങ്ങ് പറയുന്നത് അങ്ങനെയാണ്. നിഷേധിച്ചില്ല പ്രശാന്ത് ശിവൻ. നിഷേധിച്ചില്ലെന്ന് മാത്രമല്ല, പൈസ കൊടുത്തത് വല്യമ്മ ആയതുകൊണ്ടാണെന്ന് അവർ പറയുന്ന ശബ്ദമാണ് ഇപ്പോൾ പ്രശാന്ത് ശിവൻ കേട്ടത്. അങ്ങ് നിഷേധിച്ച കാര്യമാണത്. മുഴുവൻ മാധ്യമങ്ങളെയും കണ്ടുകൊണ്ട്, അല്ല ഞാൻ പറഞ്ഞ് പൂർത്തിയാക്കട്ടെ, നിങ്ങൾ കേട്ടോളൂ. ഇതിനകത്ത് മുഴുവൻ മാധ്യമങ്ങളെയും നിർത്തിക്കൊണ്ട് സ്ഥാനാർത്ഥിയായിട്ടുള്ള ശ്രീമതി ശോഭാ സുരേന്ദ്രൻ തന്നെ വളരെ വ്യക്തമായി പറഞ്ഞു അവിടെ അങ്ങനെ ഒരു പൈസ കൊടുത്തിട്ടില്ല
എന്ന് പറഞ്ഞു. അല്ല, അങ്ങനെ ഇവിടെ പൈസ കൊടുത്തുവെന്ന് ശോഭാ സുരേന്ദ്രൻ പറയുമോ? ഈ അതൊക്കെ മാധ്യമങ്ങൾ മനുഷ്യന്റെ സാമാന്യ ബുദ്ധിയെ ചോദ്യം ചെയ്യലല്ലേ? ഞാൻ വോട്ടിന് പൈസ കൊടുത്തു എന്ന് ശോഭാ സുരേന്ദ്രൻ പറയുന്ന കിനാശേരി എത്ര അത്ഭുതാവഹമായിരിക്കും. ഞാൻ വോട്ടിന് പൈസ കൊടുത്തു കേട്ടോ. പ്രിയ മാധ്യമങ്ങളെ, ഇതാ ഇങ്ങോട്ട് നോക്കൂ, നിങ്ങളുടെ ക്യാമറയ്ക്ക് വേണമെങ്കിൽ ഞാൻ ഇനിയും ഇത് തെളിയിച്ചു കൊടുക്കാം എന്ന് പറയുമോ? അതെന്തൊരു കിനാശേരിയായിരിക്കും? അല്ല, ഇവിടെ വേണ്ട. ഇതിനു മുന്നേ നിങ്ങൾ ഈ റിപ്പോർട്ടർ ഉൾപ്പെടെ കാണിച്ച ദൃശ്യങ്ങളിൽ അവര് പൈസ കൈമാറുന്നതിന്റെ ദൃശ്യം എവിടെയാണ്? ആ അമ്മ പറയുന്നുണ്ടല്ലോ, ഞാനതൊരു വാദത്തിനെടുക്കാം. കൈമാറുന്ന ദൃശ്യം എവിടെയാണ് എന്ന് ഞാനത് വാദത്തിനെടുക്കാം ശ്രീ പ്രശാന്ത് ശിവൻ. പക്ഷെ അതേ സമയത്ത് എന്തിനാണ് പൈസ കൊടുത്തതെന്ന് ആളുകൾ ചോദിക്കുമ്പോൾ അത് ആ കുട്ടിയുടെ വല്യമ്മ ആയതുകൊണ്ടാണ് എന്ന് പറഞ്ഞിട്ടാണ്. ഞങ്ങൾ പൈസ കൊടുത്തില്ല എന്നല്ലേ പറയാ? വല്യമ്മയ്ക്ക് മുറുക്കാൻ മേടിക്കാൻ പൈസ കൊടുത്തു എന്നാണ് പറയാ? ഒരു മിനിറ്റ്, ഞാനൊന്ന് പറയുന്നത് പൂർണ്ണമായിട്ട് കേൾക്കൂ, അതിനുശേഷം നിങ്ങൾ ഇടപെട്ടോളൂ, ഞാൻ മറുപടി പറയാം. ഇതിനകത്ത് ശോഭാ സുരേന്ദ്രനോട് ചോദിക്കുന്ന ആരാണ്? അവിടെ കൂടിയ കോൺഗ്രസ്സുകാരാണ് ചോദിക്കുന്നത്. ഈ കോൺഗ്രസ്സുകാരോടുള്ള സംഭാഷണം ഏത് തരത്തിലായിരുന്നു എന്നുള്ളത് അതിനു മുന്നേയും അതിന് ശേഷവുമുള്ള ദൃശ്യങ്ങൾ ഉൾപ്പെടെ മാധ്യമങ്ങൾക്ക് മുന്നിൽ അവർ കാണിച്ചു. ഇവിടെ നേരത്തെ നിങ്ങൾ പറഞ്ഞു വാദത്തിന് വേണ്ടി അംഗീകരിക്കാമെന്ന് പറഞ്ഞു. വാദത്തിന് വേണ്ടി എന്നല്ല, ഇവിടെ അതിനകത്ത് ഒരാളും ആ വല്യമ്മയുടെ കയ്യിൽ പൈസ കൊടുക്കുന്നതിൻ്റെ ദൃശ്യം ഇന്ന് ഏതാണ്ട് ഒരു 7-8 മണിക്കൂറായിട്ട് പൈസ കൊടുക്കുന്നതിന്റെ സിംഗിൾ വിഷ്വൽസ് കാണിക്കാനായിട്ട് ഒരു ചാനലുകാർക്കോ ആർഗ്യുമെന്റേ അല്ല. രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ സ്ഥാനാർത്ഥിയോടാണ് പൈസ ചോദിക്കുന്നത്. അപ്പോൾ പറയുന്നത് അത് വല്യമ്മയായതുകൊണ്ടാണെന്നാണ്. അങ്ങ് പച്ചയ്ക്ക് നിഷേധിച്ചതല്ലേ ശോഭാ സുരേന്ദ്രൻ അത് പറഞ്ഞിട്ടില്ല എന്ന്? ഈ ചർച്ചയിൽ 10 മിനിറ്റുകൾക്ക് മുമ്പ് മാത്രം അങ്ങ് നിഷേധിച്ചതല്ലേ ശോഭാ സുരേന്ദ്രൻ? ഞാൻ പറയുന്നുണ്ടല്ലോ, മാധുവിന് ഞാൻ പറയുന്നത് കേൾക്കാനുള്ള ഒരു ക്ഷമ കാണിക്കൂ. നിങ്ങൾ പറഞ്ഞതിന് മുഴുവൻ ഞാൻ ഉത്തരം പറയുന്നില്ലേ? 2 കാര്യം ഞാൻ പറഞ്ഞു. ഇവിടെ പൈസ കൊടുക്കുന്നതിൻ്റെ വിഷ്വൽ കാണിക്കുവാനായിട്ട് ചാനലുകാർക്കോ കോൺഗ്രസ്സുകാർക്കോ ഇതുവരെ സാധിച്ചിട്ടില്ല. 2, ആ വല്യമ്മ ഉൾപ്പെടെ പറയുന്നുണ്ട് എനിക്ക് പൈസ തന്നിട്ടില്ല. പക്ഷെ ഞാൻ ചോദിച്ചു, എനിക്ക് മരുന്നിന് പൈസ വേണമെന്ന് ചോദിച്ചു, ഞാൻ ആരുടെ നിന്ന് പൈസ വാങ്ങിയിട്ടില്ല എന്ന് ഇത് 2 പറയുന്നുണ്ട്. ഇത് 2 തെളിയാത്തിടത്തോളം കാലം BJP ഇതിനു വേണ്ടി വോട്ടിന് വേണ്ടി പൈസ കൊടുത്തു എന്നുള്ളത് എന്തിനാണ് ഇവിടെ സമ്മതിച്ചു തരുന്നത്? എന്തിനാണ് സമ്മതിച്ചത്? പിന്നെ കോൺഗ്രസ്സുകാരായിട്ടുള്ള ആളുകൾ അവിടെ ശോഭാ സുരേന്ദ്രനോട് ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ തെളിയിക്കൂ, ഇല്ലെങ്കിൽ മാധു തെളിയിക്കൂ. ഈ 2 കാര്യത്തിൽ ഏതെങ്കിലും ഒന്ന് മാധു തെളിയിക്കൂ. ശോഭാ സുരേന്ദ്രനോട് ആ ദൃശ്യങ്ങൾ ഞാൻ വേണമെങ്കിൽ ഇനിയും പ്ലേ ചെയ്ത് നിഷേധിച്ച ഒരു കാര്യം ശോഭാ സുരേന്ദ്രന്റെ ഭാഷയിൽ ശോഭാ സുരേന്ദ്രന്റെ ശബ്ദത്തിൽ ദൃശ്യത്തിൽ നമ്മൾ കേട്ടു. വല്യമ്മ ആയതുകൊണ്ടാണ് പൈസ കൊടുത്തത്. കൊടുക്കാത്ത പൈസ കൊടുത്തു എന്ന് എന്തിനാണ് നിങ്ങളുടെ സ്ഥാനാർത്ഥി പറഞ്ഞത്? കൊടുത്തു, അതൊരു ബന്ധുത്വം കൊണ്ടാണെന്ന് നിങ്ങളുടെ സ്ഥാനാർത്ഥി കൊടുക്കാത്ത പൈസയെ കുറിച്ച് എന്തിനു പറഞ്ഞു? നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് തെളിയിക്കാൻ ഇതിനകത്ത് പൈസ കൊടുക്കുന്ന ദൃശ്യം തെളിയിക്കണം. ഒരാൾ പൈസ കൊടുത്തു, പൈസ കൊടുത്തു, അതിന്റെ ദൃശ്യം എവിടെയാണ്? അതിന്റെ വിഷ്വൽ എവിടെ? ഇവർ കൊടുത്ത പൈസ കാണിച്ചു തരാൻ സാധിക്കണ്ടേ നിങ്ങൾക്ക്? ഇവർ കൊടുത്ത പൈസ തെളിയിച്ച് കാണിച്ചു തരാൻ സാധിക്കണ്ടേ? ഇവർ കൊടുത്ത പൈസ എവിടെ കാണിക്കാൻ സാധിക്കുന്നത്? ദൃശ്യത്തിനപ്പുറത്ത് എന്ത് തെളിവാണ് വേണ്ടത്? ഇവിടുന്ന് കോൺഗ്രസ്സുകാർ പലതും ചോദിക്കുന്നുണ്ട് അവരോട്. ഇവിടെ നിന്ന് കോൺഗ്രസ്സുകാർ ഈ സ്ഥാനാർത്ഥിയോട് കോൺഗ്രസ്സുകാർ പലതും ചോദിക്കുന്നുണ്ട്. അല്ല, ആ അമ്മയ്ക്ക് പൈസ കൊടുത്തു എന്ന് നിങ്ങളുടെ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. വല്യമ്മ ബന്ധം കൊണ്ടാണെന്ന് പറഞ്ഞു. അതിനപ്പുറത്ത് എന്ത് തെളിവാണ് നിങ്ങൾ നോക്കുന്നത്? അല്ലെ ഇനി ആ ചെറിയ വീടിന് മുന്നിൽ CCTV വെച്ച് അതിന്റെ ദൃശ്യം എടുക്കണമോ? ശരി, അങ്ങ് 10 മിനിറ്റാണ് ഞങ്ങൾക്ക് ഇതെല്ലാം ചോദിച്ചു. അവസാനം ഞാൻ ഒരുമിച്ച് പറയാം. മാധു എല്ലാം ചോദിക്കൂ. അല്ല, മാധു എല്ലാം ചോദിക്കും. അവസാനം പറയാം. മാധുവിന് ചോദ്യം ചോദിക്കൂ. ആ വീട്ടിന് മുന്നിൽ CCTV വെക്കണം ചോദിച്ചു. ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ ചോദിച്ചു കഴിഞ്ഞു. ഞാൻ ഇനി ഉത്തരം പറഞ്ഞത് കേൾക്കാനുള്ള ക്ഷമയുണ്ടല്ലോ. ഉത്തരം കേൾക്കാനുള്ള ക്ഷമ. നിങ്ങൾ ആ വീട്ടിന് മുന്നിൽ സ്ഥലം ചോദിച്ചു. ആ വീട്ടിന് മുന്നിൽ കൂടി നിന്ന ആളുകൾ ഉൾപ്പെടെ ചിത്രീകരിച്ചിട്ടും കോൺഗ്രസിന്റെ ഇത്രയും ആളുകൾ ചിത്രീകരിച്ചിട്ടും പൈസ കൊടുക്കുന്ന വിഷ്വല് നിങ്ങൾക്ക് കിട്ടിയോ? ഇല്ലല്ലോ. ഇവിടെ നിന്ന് രാവിലെ മുതൽ പറയുന്നുണ്ട് BJP വോട്ടിന് പൈസ കൊടുത്തു എന്ന്. ആ പൈസ കൊടുക്കുന്നതിന്റെ സിംഗിൾ വിഷ്വല് നിങ്ങൾ ആരെങ്കിലും പുറത്തുവിടാൻ തയ്യാറുണ്ടോ? വോട്ടിന് പൈസ കൊടുത്തതിന്റെ വിഷ്വല് പുറത്തുവിടൂ. സ്ഥാനാർത്ഥിയോടൊപ്പമുള്ളവരോ വോട്ടിന് പൈസ കൊടുത്തതിന്റെ ദൃശ്യം ഇവിടെ കോൺഗ്രസ്സുകാർ പുറത്തുവിടട്ടെ, അല്ലെങ്കിൽ ചാനലുകാർ പുറത്തുവിടട്ടെ. പിന്നെ അവിടെ കൂടിയ കോൺഗ്രസ്സുകാരെ സ്ഥാനാർത്ഥിയോട് തീരട്ടെ. ഇതിനകത്ത് സ്ഥാനാർത്ഥിയോട് അവിടെ കൂടിയ കോൺഗ്രസ്സുകാരെ അവിടെ വട്ടം കൂടി
അവരെ തെറിവിളിക്കുന്നു, പുലഭ്യം പറയുന്നു. അതിൻ്റെ ഇടയിൽ പറഞ്ഞൊരു സിംഗിൾ സ്റ്റേറ്റ്മെന്റിനെ എടുത്തിട്ട് ഇതാണ് പൈസ കൊടുത്തതിനുള്ള തെളിവ് എന്ന് പറഞ്ഞാൽ ആ തെളിവായിട്ട് അംഗീകരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. അവിടെ കൂടിയ കോൺഗ്രസുകാർ ഉൾപ്പെടെ അവിടെ ശോഭാ സുരേന്ദ്രനോടും കൂടെ ഉണ്ടായിരുന്ന ആളുകളോടും തർക്കിക്കുന്നു, കയർക്കുന്നു. തെറിയും പുലഭ്യവും പറഞ്ഞ ഒരൊറ്റ വാക്ക് കേൾപ്പിക്കാമോ? നിങ്ങൾ ഈ നട്ടുച്ച 12 മണിക്ക് ഒരു നട്ടപ്പാതിരയാണെന്ന് പറയല്ലേ? അവിടെയുള്ളൂ. നിങ്ങളുടെ കയ്യിൽ അല്ല, ഞാൻ പറയട്ടെ, ഇവിടെ നിങ്ങളുടെ കയ്യിൽ കോൺഗ്രസുകാർ തന്ന വിഷ്വലാണല്ലോ ഉള്ളത്. അതിനു മുമ്പ് അവരെന്താ വിഷ്വൽ എടുക്കാത്തത്? ഈ തർക്കം തുടങ്ങുന്നതിന് മുമ്പുള്ള വിഷ്വൽ ഉണ്ടല്ലോ. ഇന്നുച്ചയ്ക്ക് ഏത് പരിപാടിക്ക് അല്ല മാധു പറഞ്ഞല്ലോ, ഈ പരിപാടിക്ക് ഏത് പരിപാടി അധിക്ഷേപിക്കുന്നു. ദൃശ്യങ്ങൾ റെക്കോർഡ് ചെയ്തൂടെ? എനിക്കൊരൊറ്റ ക്വസ്റ്റ്യനേ ഉള്ളൂ. നിങ്ങളുടെ സ്ഥാനാർത്ഥി അങ്ങനെയാണെങ്കിൽ എന്തിന് കള്ളം പറഞ്ഞു? പണം കൊടുത്തു ഈ പരിപാടിക്ക് പോകുന്നു പറഞ്ഞു. ഏത് പരിപാടിക്ക്? ഈ പരിപാടിക്ക് ഏത് പരിപാടി? അതൊരു പരിപാടിയല്ലേ? അത് രാഷ്ട്രീയ പരിപാടിയല്ലേ? വോട്ടർമാരെ കാണാൻ പോകുന്ന രാഷ്ട്രീയ പരിപാടിയല്ലേ? നിശബ്ദ പ്രചരണത്തിന് പോകുന്ന ഒരു പരിപാടിയല്ല. ആളുകളെ കാണുന്നു, സംസാരിക്കുന്നു. ആ പരിപാടി റെക്കോർഡ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ആ പരിപാടി റെക്കോർഡ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. സ്വാഭാവികമായും ആരൊരാളാണെങ്കിലും എടുത്ത് വെച്ച് റെക്കോർഡ് ചെയ്യും. അധിക്ഷേപിക്കാനും ആക്ഷേപിക്കാനും തെറി പറയാനും അങ്ങയുടെ അവരുടെ കയ്യിൽ ഒരാള് എന്നെ തെറി വിളിക്കാൻ പോകുന്നുണ്ട് എന്ന് കണ്ടിട്ട്, അല്ല ഒരാൾ എന്നെ ഒരു മിനിറ്റ് പറഞ്ഞു, ഒരാൾ എന്നെ വരുന്ന സമയത്ത് തെറി വിളിക്കാൻ പോവാണെന്ന് പോകുന്നു എന്ന് കരുതി റെക്കോർഡ് ചെയ്ത ദൃശ്യമാണോ അത്? അത് പുറത്തു വന്നിട്ടില്ലെന്നേ ഉള്ളൂ. ശോഭാ സുരേന്ദ്രൻ പറയുന്നത് ഞാൻ കേട്ടതാണ്. എന്റെ കയ്യിൽ ഒരു ദൃശ്യമുണ്ട്, എന്നെ അശ്ലീലാംഗ്യം കാണിക്കുന്നത്, അശ്ലീലാംഗ്യം കാണിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് റെക്കോർഡ് ചെയ്ത് വെച്ചാണോ? അല്ല, മാധു കുറേ ചോദിക്കുന്നുണ്ട്. ഇതിനുള്ള മറുപടി കേൾക്കാനുള്ള ക്ഷമ നിങ്ങൾ കാണിക്കൂ. ഇതിനകത്ത് എന്താണ് പറയുന്നത്? ഇവിടെ നിന്നുകൊണ്ട് പറയുന്നത്, നിങ്ങൾ ഇതിൻ്റെ എന്തുകൊണ്ട് വിഷ്വൽ എടുത്തില്ല എന്ന് ചോദിച്ചു. ഒരു കാർ നമ്മുടെ അടുത്തേക്ക് വരുന്ന സമയത്ത് ഇവർ നമ്മളെ ആക്രമിക്കാൻ വരികയാണ്, നമ്മളെ തെറി പറയാൻ വരികയാണ്, നമ്മളോട് സംസാരിക്കാൻ വരികയാണെന്ന് പറഞ്ഞുകൊണ്ട് മുന്നിൽ ക്യാമറയും പിടിച്ച് വിഷ്വൽ റെക്കോർഡ് ചെയ്തുകൊണ്ടാണ് ഇത് ചെയ്യേണ്ടത്. നിങ്ങളുടെ കയ്യിൽ കോൺഗ്രസ്സുകാർ തന്ന വീഡിയോ നിങ്ങൾ പ്രചരിപ്പിച്ച സമയത്ത് നിങ്ങൾ എന്തുകൊണ്ട് ഇതിനകത്ത് പൈസ കൊടുക്കുന്നതിൻ്റെ വിഷ്വൽ എവിടെ എന്ന് നിങ്ങൾ ചോദിച്ചിട്ട് വേണ്ടേ നിങ്ങളിത് പ്രചരിപ്പിക്കാൻ? നിങ്ങൾ അതിന്റെ ആധികാരികത, ഈ പൈസ കൊടുക്കുന്നതിന്റെ ദൃശ്യം അങ്ങയുടെ ആവശ്യപ്രകാരം ഞാൻ പ്ലേ ചെയ്ത് കാണിച്ചു. അങ്ങ് പറഞ്ഞത് അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നുള്ളതായിരുന്നു. അങ്ങയുടെ വാദത്തിൽ നിന്ന് പിന്നോട്ട് പോകുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. ശോഭാ സുരേന്ദ്രൻ അത് പറഞ്ഞ ദൃശ്യങ്ങൾ ഒരു മിനിറ്റ് പൈസ കൊടുക്കുന്നതിന്റെ പൈസ കൊടുത്തില്ലെന്ന് ശോഭാ സുരേന്ദ്രനോട് അവിടെ കൂടിയ കോൺഗ്രസ്സുകാർ പൈസ കൊടുത്തിട്ടില്ല. തുടക്കം മുതൽ ഞാൻ പറയുന്നുണ്ടല്ലോ, പൈസ കൊടുത്തിട്ടില്ല. പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സ്ഥാനാർത്ഥി പറഞ്ഞു പൈസ കൊടുത്തുവെന്ന്. വല്യമ്മ ആയതുകൊണ്ടാണ് പൈസ കൊടുത്തതെന്ന് പറഞ്ഞു. ഈ നാട്ടിലെ ജനങ്ങളൊക്കെ പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തെളിയിക്കുന്നേ. പൈസ കൊടുത്തെന്ന് നിങ്ങളുടെ സ്ഥാനാർത്ഥി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊടുത്തില്ലെന്ന് തെളിയിക്കേണ്ടത്. പൈസ കൊടുത്തുവെന്ന് നിങ്ങളുടെ സ്ഥാനാർത്ഥി പറഞ്ഞാൽ കൊടുത്തില്ലെന്ന് തെളിയിക്കേണ്ടത് നിങ്ങളുടെ സ്ഥാനാർത്ഥിയുടെയും ആ സ്ഥാനാർത്ഥിയെ പ്രതിനിധീകരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെയും ബാധ്യതയാണ്. ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു തർക്കമുണ്ട്, കേൾപ്പിക്കാൻ കൊടുത്തുവെന്ന് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു പോയില്ലയോ? അല്ല, ഇത്രയും വിഷ്വല് നിങ്ങൾ ചാനലിൽ കാണിച്ച സ്ഥിതിക്ക് അവർ പൈസ കൊടുക്കുന്നതിന്റെ വിഷ്വൽ എന്നാ പിന്നെ കാണിച്ചേ? അവർ പൈസ കൊടുക്കുന്നതിന് കാണിക്കുന്ന നിങ്ങള് നിങ്ങളുടെ കയ്യിൽ പൈസ കൊടുത്തു എന്ന് ചാനലുകൾ ഉൾപ്പെടെ കൊടുത്തെങ്കിൽ BJP-ക്കാർ പൈസ കൊടുത്തതിന് ദൃശ്യം കാണിച്ച നിങ്ങള്. ആ വല്യമ്മ പറയുന്നു ഞങ്ങൾക്ക് പൈസ കിട്ടിയിട്ടില്ലെന്ന്. നിങ്ങളുടെ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ പൈസ കൊടുത്തു, അത് വല്യമ്മ ആയതുകൊണ്ടാണ് കൊടുത്തത് എന്ന് പറയുന്നത് ഞാൻ ഈ കേരളം മുഴുവൻ കാണാൻ പാകത്തിൽ അങ്ങ് അത് നിഷേധിച്ചതിന്റെ പിന്നാലെ ഈ ചർച്ചയിൽ കാണിച്ചു. അത് നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റുമോ? അങ്ങ് നിഷേധിച്ചതാണ് അങ്ങനെ പറഞ്ഞിട്ടില്ല. അത് നിഷേധിക്കാൻ ഇനി പറ്റുമോ? അല്ല, അങ്ങ് പറഞ്ഞ കാര്യങ്ങൾ മാത്രം കേൾക്കാനല്ലോ മനുഷ്യർക്ക് ഇരിക്കുന്നത്. അല്ല, BJP-ക്കാർ ഈ പണം കൊടുത്തു എന്ന് സമ്മതിക്കുന്ന തരത്തിൽ സമ്മതിക്കുന്ന പ്രസ്താവന നടത്തുമെന്ന് മനുഷ്യന്മാർ വിശ്വസിക്കണോ? അല്ല, നിങ്ങളുടെ അജണ്ടയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ സ്ഥാനാർത്ഥി പറഞ്ഞു പണം കൊടുത്തുവെന്ന്, നിങ്ങൾ പറയുന്നു പണം കൊടുത്തില്ല എന്ന്. നിങ്ങളുടെ സ്ഥാനാർത്ഥി പറഞ്ഞു പണം കൊടുത്തുവെന്ന്, നിങ്ങൾ പറഞ്ഞു പണം കൊടുത്തില്ല എന്ന്. ഇതെന്ത് വെള്ളരിക്കപ്പെട്ടണമാണിത്?
നിങ്ങളുടെ സ്ഥാനാർത്ഥി പറഞ്ഞു പണം കൊടുത്തു എന്ന്, നിങ്ങൾ പറയുന്നു പണം കൊടുത്തില്ല എന്ന്. മാധുവിന്റെ നറേറ്റീവിന് മറുപടി പറയാനല്ല നറേറ്റീവ് ഒന്നുമില്ല, ഇതിൽ നറേറ്റീവ് ഒന്നുമില്ല. ഇത് വളരെ പ്രകടമായ ഒരു കാര്യമാണ്. നിങ്ങളുടെ സ്ഥാനാർത്ഥി പറഞ്ഞു പണം കൊടുത്തു എന്ന്, നിങ്ങൾ പറയുന്നു പണം കൊടുത്തില്ല എന്ന്. അത് കാണിക്കാൻ വെല്ലുവിളിച്ചു, ഞാൻ കാണിച്ചു കൊടുത്തു. ശരി, വളരെ നന്ദി ശ്രീ പ്രശാന്ത് ശിവൻ. പ്രൊഡ്യൂസർ ദൃശ്യങ്ങൾ ഒന്നുകൂടി കാണിക്കൂ. ദൃശ്യങ്ങൾ ഒന്നുകൂടി കാണിക്കൂ. ഇത് എവിടെയും എത്താത്തൊരു തർക്കമാണ്, അത് നമുക്ക് അവസാനിപ്പിക്കാം. പൈസ കൊടുത്തതിന്റെ ദൃശ്യം കാണിച്ചേ. പൈസ കൊടുത്ത് ഞാൻ പൈസ കൊടുത്തിട്ട് മോശം കാനഡയിൽ പോയിട്ട് പൈസ കൊടുത്തിട്ട് മോശം പൈസ കൊടുത്ത് ഞാൻ പൈസ കൊടുത്തിട്ട് മോശം കാനഡയിൽ പോയിട്ട് പൈസ കൊടുത്തിട്ട് മോശം ഈ പൈസ കൊടുക്കുന്നത് മോശമല്ലേ എന്ന് ചോദിക്കുന്നതാണ് നേരത്തെ പ്രശാന്ത് ശിവൻ പറഞ്ഞ എന്തായിരുന്നു 2 വാക്കുകൾ, തെറിയും പുലഭ്യവും. പൈസ കൊടുക്കുന്നത് മോശമല്ലേ എന്ന് ചോദിക്കുന്നതാണ് തെറിയും പുലഭ്യവും. അത് BJPയുടെ സ്ഥാനാർത്ഥി പറയുന്നതാണ് പ്രേക്ഷകർ വീണ്ടും പച്ചയ്ക്കു കേട്ടത്. അതിനെയാണ് അദ്ദേഹം ഈ ചർച്ചയിൽ നിഷേധിച്ചത്. ഇപ്പോഴും അതായത് സ്ഥാനാർത്ഥി പൈസ കൊടുത്തു എന്നത് കമ്മിറ്റ് ചെയ്തിരിക്കുന്നു, വെല്ലുമ്മ ആയതുകൊണ്ടാണ് കൊടുത്തതെന്ന് പറയുന്നു. അങ്ങനെ ഒരു സംസാരം ഉണ്ടായിട്ടില്ല എന്ന് ആദ്യം പറയുന്നു, പൈസ കൊടുത്തിട്ടില്ല എന്ന് ഇപ്പോൾ പറയുന്നു. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ വളരെ ചുരുങ്ങിയ വാക്കുകൾ പറയാം ശ്രീ പ്രശാന്ത് ശിവൻ. അല്ല, ഇതിനകത്ത് 2 കാര്യം എനിക്ക് പറയാനുള്ളൂ. നിങ്ങളുടെ കയ്യിൽ ചാനലുകളുടെ ഉൾപ്പെടെ കോൺഗ്രസുകാരുടെ കയ്യിൽ ഉൾപ്പെടെ പൈസ കൊടുക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് പുറത്തുവിടൂ. ഇത്രയും ദൃശ്യങ്ങൾ പുറത്തുവിട്ടിട്ട് എന്താ അത് കിട്ടാത്ത? പൈസ തന്നിട്ടില്ല എന്ന് വല്യമ്മ തന്നെ പറയുന്ന സ്ഥിതിക്ക് പൈസ തന്നു എന്ന് വരുത്തിയിട്ടുണ്ട് നിങ്ങളുടെ അജണ്ടയാണ്. 21 മിനിറ്റുകൾ ഞാനും അങ്ങയുമായി സംസാരിച്ചിരിക്കുന്നു. അങ്ങയുടെ സ്ഥാനാർത്ഥി പണം കൊടുത്തു, അത് വല്യമ്മയായതുകൊണ്ടാണ് എന്ന് പറയുന്നതിന്റെ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്കെങ്കിലും മനസ്സിലാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അത് ഇനി കൈവെള്ളയിൽ വെച്ച് കൊടുക്കുന്നതാ അമ്മ വെച്ചോളൂ എന്ന് പറയുന്ന ദൃശ്യങ്ങളും ശബ്ദവും അടക്കം കൊടുക്കാനുള്ള സാങ്കേതിക വിദ്യ ഉണ്ടായിട്ടില്ല എന്നതിനാൽ ഞാൻ അതിൽ ഖേദം പ്രകടിപ്പിക്കുന്നു. അതിഥികൾ ക്ഷമിക്കണം, ഒരല്പസമയം അധികം എടുത്തിരുന്നു. ശ്രീ രാജു പി നായർ, വോട്ട് നോട്ട് കൊടുത്തു വാങ്ങാം എന്നുള്ളതിനപ്പുറത്ത് ആ ആരോപണം അവരിപ്പോഴും പറയുന്നത് ആ ദൃശ്യങ്ങൾ കയ്യിൽ വെച്ച് കൊടുക്കുന്ന ദൃശ്യങ്ങളില്ല എന്നുള്ളതാണ്. പക്ഷേ ആ ആരോപണം നിലനിൽക്കുന്നതാണ്. തെളിയിക്കപ്പെടുകയാണെങ്കിൽ ജനാധിപത്യത്തിൽ ഇത്രത്തോളം വലിയ അശ്ലീലം വേറെയില്ല. മധു, ഒരു ക്ഷമാപണത്തിന്റെ ആവശ്യമില്ല. എന്നെ സംബന്ധിച്ചോളം പ്രശാന്ത് ശിവൻ അരമണിക്കൂറും കൂടി ഈ ചർച്ചയിൽ പങ്കെടുക്കണമായിരുന്നു, സംസാരിക്കണമായിരുന്നു എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം അദ്ദേഹം എത്രമാത്രം എന്താ പറയുക, ഈ വിവസ്ത്രനായിട്ടാണ് ജനങ്ങളുടെ മുന്നിൽ നിന്നത് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് അറിയാം. വിവസ്ത്രൻ ഉദ്ദേശിച്ചത് സത്യത്തിന്റെ കാര്യത്തിലാണ്. സത്യത്തിൽ നിന്ന് വിവസ്ത്രനായിട്ടാണ് അദ്ദേഹം നിന്നത്. വളരെ കൃത്യമായിട്ട് ജനങ്ങളുടെ മുഴുവൻ മുന്നിൽ അദ്ദേഹം പറഞ്ഞ പോലെ പൈസ കൊടുക്കാത്ത വീഡിയോ ഇല്ല, പൈസ കൊടുക്കുന്ന വീഡിയോയും അവിടെയുണ്ട്. ഇപ്പോൾ പല മാധ്യമങ്ങൾ ആ സ്ത്രീ, ഇവർക്ക് അറിയില്ല എന്ന് പറഞ്ഞ സ്ത്രീയാണല്ലോ, ആ കാരണത്തിരുന്നപ്പോൾ നിഴലാണെന്ന് പറഞ്ഞു. സാരി ഉടുത്ത ആൾക്ക് എങ്ങനെയാണ് ചുരിദാറും മുല്ലപ്പൂവും വെച്ച നിഴലുണ്ടാവുന്നത് എന്നുള്ളത് ഇപ്പോൾ പുതിയ ശാസ്ത്രമാണ്. ആ ശാസ്ത്രമൊക്കെ ഇനി തെളിയിക്കപ്പെടേണ്ടതാണ്. അതുകൂടാതെ ഇദ്ദേഹം ഈ സ്ത്രീ BJPയുടെ ഓഫീസിൽ നിൽക്കുന്ന ചിത്രങ്ങൾ, ശോഭാ സുരേന്ദ്രനും ശിവരാജ് ചൗഹാനും ഉൾപ്പെടെ നിൽക്കുന്ന ചിത്രങ്ങൾ, അങ്ങനെ വ്യാപകമായിട്ട് ഇവർ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് മുഴുവൻ ശോഭാ സുരേന്ദ്രന്റെ സന്തത സഹചാരിയാണ് എന്നുള്ള തെളിയിക്കുന്ന ചിത്രങ്ങൾ മുഴുവൻ പുറത്തു വന്നിട്ടുണ്ട്. ശോഭാ സുരേന്ദ്രനും ഇപ്പം ഈ ചർച്ചയിൽ ഈ പ്രശാന്ത് കൃഷ്ണനും കാര്യങ്ങൾ പറഞ്ഞോടെ ജനങ്ങൾക്ക് ഇനി അവ്യക്തതയില്ല. അതിനകത്ത് പൈസ കൊടുത്തു എന്നുള്ള കാര്യത്തിൽ അവ്യക്തതയില്ല. പ്രശ്നം ഇത് BJP കേവലം പാലക്കാട് മാത്രം ചെയ്തല്ല. ഇപ്പോൾ തൃശ്ശൂർ കാച്ചേരിയിൽ ഇപ്പോൾ 750 കിറ്റുകൾ വിതരണം ചെയ്യുന്നിടത്ത് ഇന്നിപ്പോൾ ഫ്ലൈയിങ് സ്ക്വാഡ് എത്തി ഇപ്പോൾ പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൂടാതെ കഴിഞ്ഞ ദിവസം നമുക്ക് ഓർമ്മയുണ്ട്, വാടാനപ്പള്ളിയിൽ വലിയ വിവാദമാണ്. അതെ, നമുക്ക് ജനങ്ങളെ നമുക്ക് അറിയിക്കാമല്ലോ. അവിടെ നിന്ന് അത്രയും കിറ്റുകൾ ഇപ്പോൾ പിടിച്ചെടുത്ത കാര്യം നമുക്കറിയാം. നേമത്ത് ഒരു ബൂത്ത് ഓഫീസിൽ നിന്ന് 369 ലിറ്റർ എന്നാണ്, എത്രയെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, പല ഇതുണ്ട്. പക്ഷേ ബൂത്ത് ഓഫീസിൽ നിന്ന് മദ്യം പിടികൂടി എന്നുള്ള കാര്യം സംശയമൊന്നുമില്ല, അതുണ്ട്. അപ്പോൾ BJP വ്യാപകമായിട്ട് ഈ പണക്കൊഴുപ്പ്, നമ്മുടെ ഉത്തരേന്ത്യയിലൊക്കെ പലപ്പോഴും നമ്മൾ കേട്ടിരുന്ന ഈ പണത്തിന്റെ രാഷ്ട്രീയം, പണക്കൊഴുപ്പിന്റെ രാഷ്ട്രീയമെല്ലാം, അതുകൂടാണ്ട് സാരി കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിരായിരിയിൽ സാരി കൊടുക്കുന്ന വിഷയം പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ വളരെ വ്യാപകമായിട്ട് ഈ തെരഞ്ഞെടുപ്പിനെ പണം കൊണ്ട് അട്ടിമറിക്കാൻ വേണ്ടി നടത്തിക്കൊണ്ടു. ദൗർഭാഗ്യവശാൽ ഇതെല്ലാം നമ്മുടെ നികുതിപ്പണമാണെന്നുള്ളതാണ്. നമ്മുടെ നികുതിപ്പണമാണ് ഈ BJPയുടെ നേതൃത്വം അവിടെ നിന്ന് കൊള്ളയടിച്ച് അത് ഈ MLA-മാർ വിലക്കെടുക്കാനും ഇത്തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനും വേണ്ടി ഉപയോഗിക്കപ്പെടുന്നത്. അതുകൊണ്ട് നമ്മുടെ തന്നെ നികുതിപ്പണമാണ്. അത്രയും ഒരു അശ്ലീലമായിട്ട്
ഇന്ന് BJPയുടെ രാഷ്ട്രീയം മാറിയിരിക്കുന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. ഇതിനകത്ത് ഇനി നമ്മൾ ജനങ്ങളോട് മുമ്പിൽ കൊടുത്തത് സത്യമായിരുന്നു സ്ഥാപിക്കേണ്ട കാര്യമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഇവിടെ ഏറ്റവും ഫലപ്രദമായിട്ട് ഈ കേസ് മുന്നോട്ട് പോകണം. ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന BJP സ്ഥാനാർത്ഥി അയോഗ്യയാക്കിപ്പെടണം. തെരഞ്ഞെടുപ്പിന്റെ ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ട് വളരെ കൃത്യമായിട്ട് അവരുടെ വിഷ്വൽസ് ഉൾപ്പെടെ ഇനി ഒരു കാരണം അതുകൊണ്ടാണല്ലോ അപ്പൊ തന്നെ കളക്ടർ ഉൾപ്പെടെ ഇടപെട്ട് അവിടെ മുഴുവൻ തെളിവെടുപ്പ് നടത്തിയിട്ടുണ്ട്. ആ പാവപ്പെട്ട അമ്മ പറഞ്ഞത് ആദ്യം തന്നെ ഞാൻ മരുന്നിന് പൈസ ചോദിച്ചു, എനിക്ക് തന്നു. അത് കഴിഞ്ഞപ്പോൾ അപ്പുറത്ത് നിന്ന് വെച്ചൊരാൾ തിരുത്തിയിട്ടാണ് അത് പെൻഷൻ പൈസയാണെന്നൊക്കെ പറയുന്നത്. പെൻഷൻ എന്തായാലും ഇന്ന് കൊടുത്തതല്ലോ, പെൻഷൻ പൈസയായിട്ട് ഇപ്പോൾ കൊടുക്കാൻ പറ്റില്ലല്ലോ, അവിടെ പോയിട്ട് കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കുന്നത് അത് പറ്റില്ല. ജനങ്ങൾക്ക് വളരെ കൃത്യമായിട്ടുള്ള ബോധ്യമാവുന്ന രീതിയിലാണ് ഇന്ന് ഈ കാര്യങ്ങൾ മുഴുവൻ പുറത്തേക്ക് വന്നിട്ടുള്ളത്. അത് പുറത്തേക്ക് കൊണ്ടുവന്ന ഈ BJPയുടെ പണാധിപത്യത്തിന്റെ രാഷ്ട്രീയം കേരളത്തിൽ നടപ്പാക്കുന്നത് വ്യക്തതയുള്ള തെളിവുകളോടുകൂടി പുറത്തു കൊണ്ടുവന്ന കോൺഗ്രസ് പ്രവർത്തകരെ ഞാൻ അഭിനന്ദിക്കുകയാണ്. ഇത് പലയിടത്തും ഈ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നപ്പോൾ ആ പാലക്കാട്ടെ കോൺഗ്രസ് പ്രവർത്തകർ തീർച്ചയായിട്ടും ജാഗരൂകരായിട്ടിരുന്നു എന്നുള്ളതാണ്. ഇവർ ഇത്തരത്തിലുള്ള പ്രവർത്തനം നടത്തുന്നു എന്ന് കൃത്യമായിട്ട് അറിയുമ്പോൾ അതിനുള്ള ജാഗ്രത കാണിച്ചുകൊണ്ടാണ് ഇന്ന് ഇത് പുറത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. കേരളത്തിലെ തെരഞ്ഞെടുപ്പ്, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP നടത്തുന്ന വട്ടിമറി ഏറ്റവും ഫലപ്രദമായിട്ട് ഇന്ന് പുറത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നു എന്നുള്ളത്. ശരി, ഓക്കെ. ശ്രീ വിനേഷ് സർക്കാർ നമ്മളോടൊപ്പം ഉണ്ട്. ഞാൻ അങ്ങേലേക്ക് വരാമേ, ഒന്ന് തുടരണമേ. ശ്രീ വി വസീഫ്, ഇപ്പൊ കഴിഞ്ഞ ദിവസം വോട്ടിനു കിറ്റ് എന്നൊരു ആരോപണം ഉണ്ടാകുകയാണ്. ഒളേരിയിലാണ് ആദ്യത്തെ സംഭവം ഉണ്ടാകുന്നത്. അവിടെ VS സുനിൽകുമാർ അടക്കം വരികയും വലിയ പ്രതിഷേധം ഉണ്ടാവുകയും ചെയ്തു. ഒരു ഉന്നതി കേന്ദ്രീകരിച്ച് വലിയ തോതിൽ പാവങ്ങൾക്ക് കിറ്റ് വിതരണം ഉണ്ടാവുകയാണ്. പിന്നീട് അത് നമുക്ക് കാണാൻ കഴിയുന്നത് അടുത്ത മണ്ഡലത്തിലാണ്, മണലൂരിൽ കാണാൻ കഴിയുകയാണ്. ഇന്നിപ്പോൾ തൃശ്ശൂരിൽ 750 കിറ്റുകൾ BJPയുടെ ഒരു പ്രാദേശിക നേതാവിന്റെ സഹോദരന്റെ അബിന്റെ സഹോദരൻ അനീഷിന്റെ അച്ചാർ കമ്പനിയിൽ നിന്ന് അച്ചാർ കമ്പനിയിൽ അരിയും പരിപ്പും വെളിച്ചെണ്ണയും അടക്കമുള്ള സാധനങ്ങൾ ഇരിക്കുകയാണ് കിറ്റായിട്ട്. ഏതാണ്ട് 900 രൂപ വില വരുന്ന കിറ്റുകൾ, 1000 രൂപ വില വരുന്ന കിറ്റുകളാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഈ നിലയ്ക്കുള്ള വോട്ടിനുള്ള കൈക്കൂലി വിതരണം എങ്ങനെയാണ് നാട്ടിൽ നടക്കുക? ഇപ്പോൾ രമേശ് പിഷാരടിയെ വഴിയിൽ തടഞ്ഞതിനെ മുഖ്യമന്ത്രി തന്നെ രൂക്ഷമായി വിമർശിച്ച സംഭവമാണ്. അതെ, ഇവിടെ ഈ BJP എന്ന് പറയുന്നത് അവരുടെ രാഷ്ട്രീയത്തിന് നമ്മുടെ നാട്ടിൽ ഒട്ടും സ്വീകാര്യതയില്ല എന്ന് ബോധ്യപ്പെട്ട ഒരു പ്രസ്ഥാനമാണ്. അവരുടെ രാഷ്ട്രീയം ഈ നാട്ടിൽ ചിലവാകില്ല, നാട്ടിലെ ജനങ്ങൾ അവർക്ക് വോട്ട് ചെയ്യില്ല എന്ന് ഉറപ്പുള്ളവർ 2016 അവർക്ക് കിട്ടിയ അതേ വോട്ടിംഗ് ശതമാനമാണ് ഇപ്പോൾ ഇക്കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും അവർക്കുള്ളത്. അതിനപ്പുറത്തേക്ക് അവർ വളരുന്നില്ല, അവർ താഴോട്ടേക്കാണ് ഇപ്പോൾ വന്നത്. മുന്നേറ്റവും ഇന്ത്യയിലാകെ അവർ മുന്നേറ്റം ഉണ്ടാക്കിയിട്ടും അതെ ലോകസഭയിൽ നിന്ന് താഴോട്ടേക്ക് വരുന്ന രീതിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കയ്യൂക്കിലൂടെയും പണം എറിഞ്ഞുമൊക്കെ ജനവിധിയെ അട്ടിമറിക്കാം എന്നുള്ള ഒരു ധാരണയാണ് BJPക്കുള്ളത്. നിങ്ങളിപ്പോൾ പാലക്കാടുള്ള വിഷയം പറഞ്ഞു, നമ്മൾ അതിനെതിരെയൊക്കെ പ്രതികരിച്ചു, അത് വിഷ്വൽ സഹിതം കിട്ടി. ഞങ്ങൾ ഇന്ന് ഇപ്പോൾ കോഴിക്കോട് സൗത്തിലെ സ്ഥാനാർത്ഥിക്കെതിരെ ഒരു പരാതി കൊടുത്തിട്ടുണ്ട്. അതെന്തെന്ന് വെച്ചാൽ നിങ്ങൾ കണ്ടു കാണും, പ്രദേശത്താകെ BJPക്ക് ഒരു 10% 12% വോട്ടിൽ കിട്ടുന്ന പ്രദേശത്തൊക്കെയുള്ള ഒരു പ്രചരണം സാധാരണ ഒരു തെരഞ്ഞെടുപ്പിൽ ചെലവഴിക്കാൻ പറ്റുന്ന തുകയുടെ എത്രയോ ഇരട്ടി അവർ ഈ റോട്ടിൽ ചെലവഴിക്കുന്നു എന്നുള്ളത് നമുക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. ഹോർഡിങ്സുകൾ മാത്രമല്ല, വലിയ രീതിയിൽ ഒരു ബൂത്തിന് താങ്ങാൻ പറ്റാത്തത്രയും. ഇന്നിപ്പോൾ ഞാൻ തന്നെ 1-2 വിഷ്വൽസ് എടുത്തിട്ടുണ്ട് പല സ്ഥലത്തും. ആ ബൂത്ത് ഓഫീസിൽ അവർക്കത് കെട്ടാനൊന്നും ആരുമില്ല, പക്ഷെ അട്ടിക്ക് ഈ കാർഡ്ബോർഡുകളും മറ്റുമൊക്കെ അവിടെ ഇനിയും ബാക്കിയായി. ഇത്രയൊക്കെ കെട്ടിയിട്ടും പണം ചെലവഴിക്കുക, ആളുകൾക്ക് പണം കൊടുക്കുക, അതോടൊപ്പം കിറ്റ് കൊടുക്കുക, എന്തൊക്കെ ചെയ്യാൻ പറ്റും പ്രൊഫഷണലുകളെ വെച്ചൊക്കെ വലിയ രീതിയിലേക്ക് ആളെ കൊണ്ടുവന്ന് ആളെ ഹയർ ചെയ്ത് പണം ചെലവഴിച്ച് ഈ തെരഞ്ഞെടുപ്പിനെ എങ്ങനെ അവർക്ക് അനുകൂലമാക്കാൻ പറ്റും എന്നുള്ളൊരു ശ്രമമാണ് അവർ നടത്തുന്നത്. അപ്പോൾ അതൊന്നും നടക്കാൻ പോകുന്നില്ല. ഇതോടൊപ്പം തന്നെ എനിക്ക് മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്. ഇന്ന് മറ്റൊരു പരാതിയുണ്ട്. ബേപ്പൂരിലെ UDF സ്ഥാനാർത്ഥി അവിടെ ഒരു കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റിന്റെ കയ്യിൽ പണം കൊടുത്ത് ആ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ബേപ്പൂരിൽ പണം കൊടുത്തതുമായി ബന്ധപ്പെട്ട് മാറാട് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. UDFും ഇത് ചെയ്യുന്നുണ്ട്, അവർക്ക് പറ്റാവുന്നിടങ്ങളിലെല്ലാം ആ രീതിയിലേക്ക് പോകുന്നുണ്ട്. ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊക്കെ പറയാനുള്ളത്, ജനാധിപത്യത്തെ പണം കൊടുത്ത് വിലക്കെടുക്കാൻ ആരും മെനക്കെടരുത്. അതൊരു ശരിയായ രീതിയല്ല. കേരളത്തിലെ ജനങ്ങൾ അതിനെല്ലാം തിരിച്ചറിയും. ഈ പണം ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടിനെ സ്വാധീനിക്കാനുള്ള ഇവരുടെ എല്ലാം ശ്രമം ഈ കേരളത്തിലെ പ്രബുദ്ധ ജനങ്ങൾ, വോട്ടർമാർ തിരിച്ചറിഞ്ഞ് ഇതിനെതിരെ എല്ലാം പ്രതികരിക്കും. സത്യസന്ധമായി നമ്മുടെ നാട്ടിലെ വികസനത്തെയും ഈ നാടിൻ്റെ ഭരണത്തെയും
ക്ഷേമത്തെയും ഒക്കെ വിലയിരുത്തി വോട്ട് ചെയ്യും എന്നുള്ള പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. അതിനപ്പുറത്തേക്ക് പണം കൊടുത്ത് ആളുകളെ സ്വാധീനിച്ച് മുന്നോട്ട് പോകാം എന്നുള്ള ഈ BJPയുടെയും ഇപ്പോൾ ബേപ്പൂരിൽ നിന്ന് കണ്ട UDFിൻ്റെയും ഒക്കെ ശ്രമത്തെ ഈ കേരളവും ഞങ്ങളുമൊക്കെ പ്രതിരോധിക്കും എന്ന് തന്നെയാണ് ഇവിടെ സൂചിപ്പിക്കാനുള്ളത്. ശ്രീ AK അനുരാജ്, ഞാൻ അങ്ങിലേക്ക് വരാം. ശ്രീ വിനീഷ് ദർഗ, നിങ്ങൾ കേട്ട് കാണും ഈ ചർച്ചയിൽ പാലക്കാട് നിന്നുള്ള BJPയുടെ പ്രതിനിധി പറഞ്ഞ 2 വാചകങ്ങൾ. നിങ്ങൾ തെറി പറഞ്ഞു, നിങ്ങൾ പുലഭ്യം പറഞ്ഞു എന്നാണ്. ഇതിനുശേഷം വാർത്താ സമ്മേളനം നടത്തുമ്പോൾ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് അശ്ലീലാംഗ്യം കാണിച്ചു, എൻ്റെ മകൻ്റെ മാത്രം പ്രായമുള്ളൊരു കുട്ടി എന്നുള്ളതാണ്. ഇപ്പോൾ അവിടുത്തെ പ്രാദേശിക കോൺഗ്രസ് നേതാക്കളോട് ചോദിക്കുമ്പോൾ ആ ചെറുപ്പക്കാരന് ഭീഷണി ഉണ്ട് എന്നതടക്കമാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതെ അതെ, ഞങ്ങൾ അസഭ്യം പറയുക മറ്റുള്ള കാര്യങ്ങളൊന്നും തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഈ വിഷയം, പണം കൊടുക്കുന്ന വിഷയം ചിത്രീകരിച്ചപ്പോൾ ആ ചിത്രീകരിച്ച് ഞങ്ങൾ വരുന്ന സമയം വാഹനം തടഞ്ഞു നിർത്തി, നിങ്ങൾ ആരാണ് ചിത്രീകരിക്കാൻ, നിങ്ങൾ വിലസണ്ട എന്ന് പറഞ്ഞ് ആക്രോശിച്ചുകൊണ്ട് ഒരു കാറിൽ നിന്ന് ഇറങ്ങി വരികയാണ് ചെയ്തിട്ടുള്ളത്. ഞങ്ങൾ ഒരു തരത്തിലുള്ള പുലഭ്യം പറയാനോ അല്ലെങ്കിൽ സഭ്യതരമില്ലാത്ത ഒരു വാചകം ഉപയോഗിക്കാനോ തയ്യാറായിട്ടുണ്ടായിരുന്നില്ല, പറഞ്ഞിട്ടില്ല ആ വിഷയങ്ങളൊന്നും തന്നെ. ഈ ചെറുപ്പക്കാരന് ഭീഷണിയുണ്ട് എന്ന് കേട്ടത് ശരിയാണോ? ചെറുപ്പക്കാരന് മാത്രമല്ല, ഞങ്ങൾക്ക് എല്ലാവർക്കും ഭീഷണിയുണ്ട്. ഞങ്ങൾ എവിടേക്കാണ് സഞ്ചരിക്കുന്നത് എന്നെല്ലാം പരിശോധിക്കുന്ന ഒരു സംഘം ഇതിന് ശേഷം ഉണ്ടായിരുന്നതൊക്കെ നമ്മൾ അറിയുന്നു. നമ്മളെല്ലാം പൊതുപ്രവർത്തനം നടത്തി ഈ നാട്ടിൽ തന്നെ ഉള്ള ആളുകളാണ്. അതുകൊണ്ട് ആ ഭീഷണിയെ നമ്മൾ വകവെക്കുന്നൊന്നുമില്ല. ഇതിപ്പോ നാട്ടിൻ പുറത്ത് നടന്ന കാര്യമാണ്. എങ്ങനെയാണ് ഇത്തരത്തിൽ പണവിതരണം നടക്കുന്നു എന്ന വിവരം നിങ്ങൾക്ക് കിട്ടിയത്? ഒന്ന്, ഞങ്ങളുടെ ഒരു ഗ്രാമപ്രദേശമാണ് കണ്ണാടി എന്ന് പറയുന്ന പ്രദേശം. കണ്ണാടി പഞ്ചായത്തിൽ നിലവിൽ CPM-ന് ഒരു സീറ്റ് പോലും ഇല്ല. 10 വർഷം മുൻപാണ് ഒരു സീറ്റ് ഉണ്ടായിരുന്നത്. നിലവിലൊരു സീറ്റും ഈ ഇലക്ഷൻ സമയത്തോ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്തോ ഒന്നുമില്ല. ഇവിടുന്ന് കുറച്ച് കൂടുതൽ വോട്ടുകൾ അവർക്ക് ആകർഷിക്കണം, സ്വീകരിക്കണം, പണം കൊടുത്ത് വാങ്ങിക്കണം, പ്രലോഭിപ്പിച്ച് വാങ്ങിക്കണം. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ മഹാരാഷ്ട്രയിൽ നിന്ന്, കർണാടകയിൽ നിന്ന്, ആന്ധ്രയിൽ നിന്ന് തുടങ്ങി എല്ലായിടത്തു നിന്നും വന്നിട്ടുള്ള പ്രവർത്തകരാണ് വീടുകളിൽ പോലും സ്ക്വാഡിറങ്ങാൻ വേണ്ടി ഇതുവരെ വന്നിരുന്നത്. പക്ഷെ ഇന്നലത്തോടുകൂടി പരസ്യ പ്രചരണം കഴിഞ്ഞാൽ ഇന്ന് നിയമാനുസൃതമായി തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കെ ഈ ഒരു പ്രവർത്തനം ചെയ്യുന്നത് ശരിയല്ലല്ലോ. ഈ സ്ത്രീ അവിടെ ആ ഒരൊറ്റ വീട്ടിൽ മാത്രമാണോ കയറിയത്, അതോ സ്ത്രീയല്ല, 4-5 വീടുകളിൽ കയറി. ഞങ്ങൾ അതിലെ പോകുമ്പോൾ ഞങ്ങളുടെ വാഹനം അവരുടെ വാഹനത്തിന്റെ കുരുക്കിൽപ്പെട്ട കാരണമാണ് ഇത് ചിത്രീകരിക്കാനുള്ള അവസരം ഉണ്ടായത്. കാരണം സ്ഥാനാർത്ഥി വരുന്നു, നമ്മൾ സ്വാഭാവികമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യമില്ലെന്നത്. ഇന്ന് പക്ഷെ ഇന്നത്തെ ഒരു ദിവസത്തിന്റെ പ്രത്യേകത അറിയാം. പരസ്യ പ്രചരണം കഴിഞ്ഞ ദിവസമാണ്. ശോഭാ സുരേന്ദ്രൻ എന്ന് എഴുതിയ വാഹനത്തിലാണ് ഇവർ വരുന്നത്. അത് തന്നെ പെരുമാറ്റച്ചട്ട ലംഘനമാണ്. ആ വരുന്നതിൽ 4-5 പേർ അധികം പോകാൻ പാടില്ല എന്നുള്ളവർ ലംഘിച്ചു. കാരണം 4 വാഹനത്തിലും കൂടെ ഏതാണ്ട് ആ വാഹനത്തിൽ നിറയെ ആളുകളുണ്ട്. അവരെല്ലാവരും കൂടിയാണ് ഈ വീടുകളിലേക്ക് കയറുന്നത്. ഓരോ ആളുകളോടും എങ്ങനെയാണ് പണം കൊടുക്കേണ്ടത് അവരുടെ തരാതരം അനുസരിച്ച് ഇവരൊരു പ്രായമായതുകൊണ്ട് അവർ ആ നിലയിൽ കൈക്കുത്തിന് പിടിച്ചുകൊണ്ട് കയ്യിൽ ആ പണം മടക്കി കൊടുക്കുകയാണ് ചെയ്തത്. ഞങ്ങൾ ഈ വിഷയം കാണുകയും ഈ കൊടുത്ത സിനി സജീവ് എന്ന് പറയുന്നവരോട് നിങ്ങൾ എന്താണ് കൊടുത്തത് എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ഞാനൊന്നും കൊടുത്തിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. 1 മിനിറ്റ് നിങ്ങൾ വെയിറ്റ് ചെയ്യൂ എന്ന് പറഞ്ഞു. ആ അമ്മച്ചിയുടെ കയ്യിൽ നിന്നും കൈ തുറന്ന് ഈ പണം നിങ്ങൾ കൊടുത്തതല്ലേ എന്ന് പറഞ്ഞപ്പോഴാണ് അവരത് വിഷയം കളവ് കൈയോടെ പിടിച്ചതിന്റെ ജാളിതയോടുകൂടിയും അതുപോലെ തന്നെ ഭയപ്പാടോടുകൂടിയും സ്ഥാനാർത്ഥിയുടെ പക്കലേക്ക് പോവുകയും സ്ഥാനാർത്ഥിയും ഈ 4 വാഹനങ്ങൾ ഒരു 500 മീറ്ററോളം ഈ വീടുകളുടെ പരിസരത്ത് നിന്ന് മാറി വിജനമായ പരിസരത്തേക്ക് പോവുകയും വിജനമായ പരിസരത്ത് വെച്ച് ഞങ്ങളുടെ വാഹനത്തിന്റെ ശോഭാ സുരേന്ദ്രന്റെ വാഹനത്തിന്റെ അടുത്തെത്തുമ്പോൾ പിറകിലുള്ള വാഹനം ഫോണടിച്ച് ഞങ്ങൾ നിർത്തി. ശോഭാ സുരേന്ദ്രൻ ഞങ്ങൾ ഗ്ലാസ് താഴ്ത്തി. അപ്പൊ പണം കൊടുക്കുന്ന വോട്ട് വാങ്ങിക്കുന്നത് ശരിയല്ല. ഞങ്ങൾ 1-2 ഞാൻ അവിടെ മെമ്പറായിരുന്നു. അപ്പൊ 1-2 വീടുകളിൽ കൊടുത്ത് ഞങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടു. ഒരെണ്ണത്തിന്റെ ചിത്രീകരണം ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇപ്പൊ ഞങ്ങൾ വീഡിയോ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾ വിലസണ്ട, നിങ്ങൾ ആരാണ് ഇത് ചിത്രീകരിക്കാൻ എന്ന നിലയ്ക്ക് പറയുന്നതിന്റെ മുൻപ് ആദ്യം പറഞ്ഞ വാചകം തന്നെ അതായിരുന്നില്ല. ഈ കുട്ടിയുടെ വല്യമ്മയാണ് അതെന്ന് പറഞ്ഞത്. സജീവ് പറയുന്ന തിരുവനന്തപുരം സ്വദേശിയാണ്, മുംബൈ മലയാളിയാണ്. അവര് ഈ ദേവുമ്മയുടെ തരവ് കുറിച്ച് കിടക്കുന്ന ദേവുമ്മയുടെ വല്യമ്മയാണെന്ന് പറഞ്ഞിട്ടാണ് അവരാദ്യം പറയുന്നത്. അവർക്ക് വേണ്ടി അവരുടെ വല്യമ്മയാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ ഇവിടെയുള്ള ആളാണ്. അപ്പൊ അങ്ങനെ ഒരു വല്യമ്മയില്ല, അല്ല അങ്ങനെ ഒരു പണം ചുരുട്ടി കൊടുക്കാൻ വേണ്ടി വന്ന ഒരു ചായ പോലും കുടിക്കാതെ ഇറങ്ങി പോകുന്നതാണ് നമ്മൾ കണ്ടത്. അതെ അതെ അതെ, വഴിയിൽ വെച്ച്, മുറ്റത്ത് വെച്ച്, തിണ്ണിയിൽ വെച്ചിട്ടാണ് ഈ സംഗതികളെല്ലാം ഉണ്ടാവുന്നത്. അപ്പൊ ഈ പിടിക്കപ്പെട്ടത് അവർക്ക് മനസ്സിലാവുകയും ചിത്രീകരിച്ച മൊബൈൽ എങ്ങനെയെങ്കിലും അവർക്ക് തട്ടിയെടുക്കണം. അതിനു വേണ്ടിയാണ് അവർ അവരുടെ വാഹനത്തിൽ നിന്നും ഇറങ്ങി വരികയാണ് ഉണ്ടായത്. ഇറങ്ങി ചിത്രീകരിച്ച ഈ മൊബൈൽ തട്ടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തിയത്. ഓക്കെ, ശരി. ശ്രീ AK അനുരാജ്, നോട്ട് എണ്ണി നോക്കിയിട്ടല്ല വോട്ട് എണ്ണി നോക്കിയിട്ടാണ് ജനവിധി തീരുമാനിക്കപ്പെടുക എന്ന ബോധ്യം ഇനി എന്നാണ് ഉണ്ടാവുക?
അല്ല, ഈ വിഷയത്തിൽ നമുക്ക് ഞാൻ പറയുന്ന എൻ്റെ ഒരു നിലപാട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ മീഡിയയുടെ ഒരു ആക്ടിവിസം എന്നുള്ളത് ഇതിൽ വല്ലാതെ പ്രശ്നമായിട്ടുണ്ട്. അതായത് ഇതിപ്പോൾ എന്താ സംഭവിച്ചത്? അവിടെ ഇലക്ഷൻ നടക്കുന്നു, 3 മുന്നണി സ്ഥാനാർത്ഥികളുണ്ട്. ഇതിലൊന്ന് NDA ആണ്, BJP ആണ്, മറ്റൊന്ന് UDF ആണ്. അപ്പോൾ UDFൻ്റെ പ്രവർത്തകർ ഒരു വീഡിയോ ചിത്രീകരിക്കുകയും ആ വീഡിയോ മാധ്യമങ്ങൾക്ക് നൽകുകയും ചെയ്തു. എന്നാൽ ആ വീഡിയോ ഒറ്റ ഫ്രെയിമാണോ അല്ല, ഇടയ്ക്ക് അതിനകത്ത് കട്ട് വന്നിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും അതേക്കുറിച്ച് സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ആ സാഹചര്യത്തെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യരുത് എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഇന്ന് എന്തെല്ലാം സംഭവങ്ങളുണ്ടായി. ഇപ്പോൾ ഇവിടെ തന്നെ നമ്മുടെ വസീഫ് പറഞ്ഞു, അതായത് കോഴിക്കോട് ബേപ്പൂർ മണ്ഡലത്തിലുണ്ടായ സംഭവം. അതുപോലെ മറ്റൊന്ന് ആലോചിച്ച് നോക്കുക, അതായത് കോൺഗ്രസിൻ്റെ ഏറ്റവും സമുന്നതനായ നേതാവ് എന്നൊക്കെ പറഞ്ഞ് അവതരിപ്പിക്കുന്ന K. സുധാകരൻ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവി ഇല്ലാതാക്കാനും അദ്ദേഹത്തെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാതെ അദ്ദേഹത്തെ കൊല്ലാൻ ശ്രമിച്ചു എന്നൊക്കെ പറയുന്ന ആരോപണങ്ങൾ ഇന്നുണ്ടായി. ഇത്തരം കാര്യങ്ങളൊന്നും ഇന്ന് ചർച്ചയ്ക്ക് വരുന്നില്ല. ഇപ്പം ശബരിമലയിൽ ഉണ്ടായിട്ടുള്ള ചീഫ് ജസ്റ്റിസ് തന്നെ പറഞ്ഞത്, അതായത് 2009 തന്നെ ഈ ഹർജി തള്ളേണ്ടതായിരുന്നു എന്ന് പറഞ്ഞ ഇത്തരം കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യാതെ ശേഷമേ ഈ വിഷയം ചർച്ച ചെയ്യാൻ പാടുള്ളൂ എന്നൊക്കെ പറയുന്ന വലിയ പ്രിവിലേജ്. ഞാൻ അതിലേക്ക് വരാം. മാധു അല്ല, ഞാൻ അതിൽ ഒളിച്ചോടുന്നല്ല, ഞാൻ ഒളിച്ചോടുന്നല്ല. എനിക്ക് പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞല്ലേ പറ്റുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു വിഷയം മാത്രമാണ് ചർച്ച ചെയ്തത് രാവിലെ തൊട്ട്. ഞാൻ പറയാം, ഇതിന്റെ അവസാനത്തെ സ്റ്റേജ് എന്താ? അവിടുത്തെ പാലക്കാട് ജില്ലാ കളക്ടർ അവസാനം എന്താ പറഞ്ഞേ? ഞങ്ങൾ ഇലക്ഷൻ കമ്മീഷന്റെ പ്രതിനിധികൾ ആ വീട്ടിൽ ചെന്ന് അന്വേഷിച്ചപ്പോൾ അങ്ങനെ പണം ലഭിച്ചിട്ടില്ല എന്ന് അറിയാൻ സാധിച്ചു, എന്നാലും ഞങ്ങൾ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകും. ഇത്രത്തോളം ഈ സ്റ്റോറി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോ രാവിലെ 10 മണിക്ക് വരെ സംഭവിച്ച ആ സ്റ്റേജിൽ വെച്ചിട്ട് മാധു ഇത് ചർച്ച ചെയ്യാം. മാധുവിന് അജണ്ടയുണ്ട്. കേരളത്തിലെ മാധ്യമങ്ങൾക്ക് നമ്മൾ പറയും 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും അല്ല, നിങ്ങൾ പറയാൻ സമ്മതിക്കണം. മാത്രമേ ഞാൻ തുടരുള്ളൂ. ഞാൻ എന്റെ ചർച്ചയ്ക്കുള്ള അവസരം വരെ കാത്തിരുന്നു. എനിക്ക് പറയാൻ അവസരം നൽകണം. 10 അല്ലെങ്കിൽ 11 ആവട്ടെ, ന്യൂസ് ഡെവലപ്മെന്റ് അനുസരിച്ചിട്ട് മാറിപ്പോവുക എന്നുള്ളത് മാധ്യമങ്ങൾ ചെയ്യാറുള്ള രീതിയാണ്. അത് ഇന്നത്തെ കാര്യത്തിൽ കേരളത്തിലെ മാധ്യമങ്ങൾ പാലിച്ചിട്ടില്ല, റിപ്പോർട്ടർ ടിവിയും പാലിച്ചിട്ടില്ല. എന്തുകൊണ്ട് വൈകുന്നേരം പാലക്കാട് ജില്ലാ കളക്ടർ പറഞ്ഞ കാര്യം എന്തുകൊണ്ട് മാധു ഗൗരവത്തിലെടുത്തില്ല? രാഷ്ട്രീയ പ്രവർത്തകർ അവരുടെ പരാതികൾ അവർ ഉന്നയിക്കട്ടെ, അവരുടെ നിലപാടുകൾ അവർ പറയട്ടെ, അവർ തർക്കിക്കുമായിരിക്കും. പക്ഷേ മാധ്യമ പ്രവർത്തകർ എങ്ങനെയാണ് അത് ചെയ്യുന്നത്? ജില്ലാ കളക്ടർ പറഞ്ഞല്ലോ, ഞങ്ങൾ ചെന്ന് അന്വേഷിച്ചപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് ഓർക്കണം, ഇതെല്ലാം നിങ്ങൾ പറഞ്ഞത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയുടെ പേരിലാണ്. ആ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അന്വേഷണം നടത്തിയപ്പോൾ ആ വയോധിക പറഞ്ഞു ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു, തെളിവ് ലഭിച്ചിട്ടില്ല, എന്നാലും ഞങ്ങൾ അന്വേഷണം തുടരുന്നു പറഞ്ഞു. അപ്പൊ എവിടെയാണ് മാധ്യമങ്ങൾ നിൽക്കേണ്ടത്? ഇത്തരത്തിലൊരു പരാതി ഈ ഉയർന്ന പരാതികളെല്ലാം പരിശോധിക്കപ്പെടണം. ആരാണ് പരിശോധിക്കേണ്ടത്? എന്ത് തെളിവാണ് നിങ്ങളുടെ കയ്യിൽ? എന്ത് തെളിവാണ്? ഞാൻ പറയാം, അല്ല ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ കേരളത്തിലെ മാധ്യമങ്ങൾ ഒരു മന്ത്രിക്കെതിരെ ഹണി ട്രാപ്പ് എന്ന് പറഞ്ഞ കേസുമായിട്ട് ഇറങ്ങി, എവിടെ എത്തിയ കേസ്? കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം ആ വഴിക്ക് ഇറങ്ങിയിട്ടില്ല. അങ്ങനെ പ്രശ്നമുള്ള കാര്യമല്ല ഈ വിഷയം. ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ മാധുവിന് നേരിട്ടത് ഒരു കുറ്റവാളിയെ പോലെയാണ്. പൂട്ടിപ്പോയെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. നിങ്ങൾ ബാക്കി മാധ്യമങ്ങൾ ഇവിടെ ഇല്ലേ? ഒറ്റ മാധ്യമം മാത്രമേ ഉള്ളായിരുന്നു. നിങ്ങൾ കേരളത്തിലെ, ഞാൻ പറയാം, ഇന്ന് പാലക്കാട്ട് പോയിട്ടുള്ള ദൃശ്യമാധ്യമ പ്രവർത്തകരിൽ മിക്കവരും ചെയ്തത് ഒരു കുറ്റവാളിയായിട്ട് ഒരു സ്ഥാനാർത്ഥിയെ ചിത്രീകരിക്കാനാണ്. നിങ്ങൾക്ക് ഇന്ത്യയിലെ നിയമം പറയുന്നതാണ്, 1000 നിരപരാധികൾ രക്ഷപ്പെട്ടാലും കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടരുത് എന്നാണ്. അപ്പൊ അതുകൊണ്ട് അതിൽ കൈക്കൂലി വാങ്ങുന്നതും കൊടുക്കുന്നതും തെറ്റാണ്. അതിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾ ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടെന്നും ഞങ്ങൾ കൊടുത്തിട്ടുണ്ടെന്നും പറഞ്ഞാൽ മാത്രമേ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയുന്നത് നടപ്പുള്ള കാര്യമല്ല. ആ നിലയ്ക്ക് മാധ്യമ നിയന്ത്രണം
നിങ്ങൾ വിചാരിക്കുന്ന കേരളത്തിൽ നടപ്പുള്ളതല്ല, മറ്റെവിടെയെങ്കിലും നടപ്പിലാകുമെങ്കിൽ ശരി വെച്ചോളൂ. ഇവിടെ നടപ്പിലാകുന്ന പരിപാടിയില്ല. കേട്ടോ? ഇല്ല, ഈ മണ്ണ് വേല നടക്കില്ല, നടക്കില്ല. വേറെ തർക്കമൊന്നും അതിലില്ല. ആ നിലയ്ക്ക് നിങ്ങൾ സ്വപ്നം കാണേണ്ടതില്ല ഇവിടുത്തെ മാധ്യമങ്ങളെ കുറിച്ച്. കേട്ടോ? നിങ്ങളുടെ വഴിക്ക് നിങ്ങളുടെ താൻ പോലും അനുസരിച്ച് റിപ്പോർട്ട് ചെയ്യാനല്ല ഇവിടെ മാധ്യമങ്ങളെ ഇരിക്കുന്നത്. കേട്ടോ? ഇല്ല മാധു, ഞാനില്ല. മാധു ബഹളം വെച്ചോണ്ടൊന്നും കാര്യമില്ല. ശരി, അല്ല, അങ്ങ് മാധു ബഹളം വെച്ചോണ്ടൊന്നും കാര്യമില്ല. മാധു ബഹളം വെച്ചോണ്ട് കാര്യമില്ല. ഞാനൊരു കാര്യം അല്ല, ഒരു നിമിഷം തരൂ. ഒരു നിമിഷം തരൂ. നിങ്ങൾ ഒരു നിമിഷം തരൂ. അല്ലാതെ നിങ്ങൾ ഒരു നിമിഷം തരൂ. ഞാൻ പറയാം. ഇന്ന് ഞാൻ ഇതേ ദിവസം ഇന്നത്തെ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ, നമ്മുടെ പത്രങ്ങൾ ഉൾപ്പെടെയുള്ള അവരുടെ ഡിജിറ്റൽ സൈറ്റ് ഞാൻ നോക്കി, അവരുടെ വെബ്സൈറ്റ് നോക്കി. ആ വെബ്സൈറ്റിൽ കൊടുത്തിരിക്കുന്ന എന്താണ്? കോൺഗ്രസ് ഇങ്ങനെ ഒരു പരാതി ഉന്നയിച്ചിട്ടുണ്ട് എന്നാണ്. അത് ന്യായമാണ്. കോൺഗ്രസിന്റെ പ്രവർത്തകർക്ക് പരാതി ഉന്നയിക്കാനുള്ള ബ്രേക്ക് ആയോ ഇപ്പോ? ശരി. അല്ല, BJP-കാർ പരാതി കൊടുക്കുന്ന ഒരു നല്ല ദിനം വരട്ടെ. BJP സ്ഥാനാർത്ഥി കൈക്കൂലി കൊടുത്തുവെന്ന് ശ്രീ രാജു പി നായർ ഇപ്പോൾ ഞാൻ ചോദിക്കണമെന്ന് വെച്ച് പ്രശാന്ത് ശിവനോട് ചോദിക്കണമെന്ന് വിചാരിച്ച കാര്യമാണ് കഴിഞ്ഞ ദിവസം രമേശ് പിഷാരടിയെ തടയുന്നതുമായി ബന്ധപ്പെട്ട കാര്യം. അപ്പോൾ എത്ര ആരോപണങ്ങളാണെന്ന് നോക്കൂ. ഈ ഒരു ഒറ്റ തെരഞ്ഞെടുപ്പിൽ BJP-ക്കെതിരെ മാത്രം വന്ന ആരോപണങ്ങൾ എത്രയാണ്? 3 തവണയായിട്ടാണ് ഈ കിറ്റുമായി ബന്ധപ്പെട്ട പ്രശ്നമുണ്ടായത്. കയ്യൂക്കടക്കം കാണിക്കുന്ന 2 പ്രശ്നങ്ങളുണ്ടായിരിക്കുന്നു. അതുപോലെ തന്നെ തൃക്കരിപ്പൂരിൽ സന്ദീപ് വാര്യർക്ക് സമാനമായ സാഹചര്യം നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഈ നിലയ്ക്ക് എത്ര നാൾ തിരഞ്ഞെടുപ്പിൽ ഈ കാണിക്കാൻ കഴിയും? തൃക്കരിപ്പൂരിൽ സന്ദീപ് വാര്യർ BJP-കാരാണോ? അല്ല, ഒരു കാരണവശാലും നമുക്ക് അനുവദിക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല. കേരളത്തിൽ മുഴുവൻ BJP ഇത്തരത്തിലുള്ള ഈ പണത്തിന്റെയും ആക്രമണത്തിന്റെ എല്ലാം രാഷ്ട്രീയം, ഇവർക്ക് ഈ രാഷ്ട്രീയത്തിൽ, കേരളത്തിലെ രാഷ്ട്രീയത്തിൽ ഒരു പ്രസക്തിയില്ല. ഒരു സീറ്റ് പോലും ഇവർ എത്രമാത്രം എന്തൊക്കെ തലകുത്തി എന്ന് കാണിച്ചാലും കേരളത്തിൽ ഒരു സീറ്റ് പോലും ജയിക്കില്ല. അതിനകത്ത് ആ കൂടി പണ്ട് ഒരു സീറ്റ് ജയിപ്പിച്ചതിന്റെ അങ്ങ് സംസാരിച്ചപ്പോൾ ഞാൻ മിണ്ടാതിരിക്കുകയായിരുന്നല്ലോ. എന്തായാലും 10 വർഷം കഴിഞ്ഞ് നിൽക്കുന്ന കോൺഗ്രസ് ഒരു സീറ്റും ജയിക്കില്ല എന്ന് അങ്ങ് പറയാൻ കഴിഞ്ഞുള്ള ആർജം ഉണ്ടെങ്കിൽ ഒന്ന് പറയും. അല്ല, അതേ ഞാൻ എന്റെ വാദങ്ങളല്ലേ ഞാൻ പറയുന്നത്. നിങ്ങൾ വെറുതെ നാട്ടുകാരുടെ മുമ്പിൽ നുണയനായിട്ടിരിക്കുന്നതിന് എന്റെ മെക്കിട്ട് കയറിയിട്ട് കാര്യമില്ല. ശ്രീ അനുരാജ്, BJP എത്ര സീറ്റ് ജയിച്ചു? BJP എത്ര സീറ്റ് ജയിച്ചത്? അനുരാജ്, നാട്ടുകാരുടെ മുമ്പിൽ സാമാന്യ ബുദ്ധിയെ പോലും ചോദ്യം ചെയ്യുന്ന രീതിയിൽ കള്ളങ്ങൾ പറയും. ചോദ്യം നേരിടേണ്ടി വരും. നിങ്ങൾ ചോദ്യം നേരിടേണ്ടി വരും. അതിന് അസ്വസ്ഥരായിട്ട് കാര്യമില്ല. അതുകൊണ്ട് നിങ്ങൾ ഇന്ന് ജനങ്ങളുടെ മുമ്പിൽ വിവസ്ത്രനായിട്ട് നിൽക്കുകയാണ്. നിങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ വിവസ്ത്രനായിട്ട് ഇവർക്ക് ഇത്രമാത്രം സാധ്യതയുണ്ട് എന്ന് ഇവർ കാണുന്ന പാലക്കാട് പോലും ഇവർക്ക് ഇത്തരത്തിലുള്ള സ്വാധീനം ഉപയോഗിക്കേണ്ടി വരികയാണ്. പിരായിൽ സാരി കൊടുക്കുകയാണ്. രമേശ് പിഷാർ, ഇപ്പൊ ശോഭാ സുരേന്ദ്രൻ എന്താ പറയുന്നത്? അദ്ദേഹത്തിനെതിരെ തെളിവുകൾ മുഴുവൻ കയ്യിലുണ്ട്, പക്ഷെ ഞാൻ പുറത്തുവിടുന്നില്ല. സാരിയും പണവും കൊടുത്ത് വോട്ട് മേടിക്കാൻ നോക്കുന്നവർ രമേശ് പിഷാരടിക്കെതിരെ എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ ഞാൻ 10-ാം തീയതി കഴിഞ്ഞ് പുറത്തുണ്ടാകുന്നത്. എന്തൊരു കാപട്യമാണ്, എന്തൊരു നാണക്കേടാണ് ഈ പറയുന്നത്. അദ്ദേഹത്തിന് പോക്സോ കേസിൽ രക്ഷിച്ചവരെ കുറിച്ച് വിവരമുണ്ട്. ഈ സ്ത്രീയെ ആദ്യം പിടിച്ച് അറസ്റ്റ് ചെയ്യണ്ടേ? ഒരു കുട്ടിയെ പോക്സോ കേസിൽ പീഡിപ്പിച്ച ഒരാളെ കുറിച്ച്, ആ ക്രിമിനൽ ആക്ടിനെ കുറിച്ച് ബോധ്യമുണ്ടായിട്ട് അവർ പോലീസിനോട് പറയാതിരുന്നാൽ അവരെ പിടിച്ച് അകത്തിടണ്ടേ ആദ്യം, അല്ലെ? അപ്പൊ മനുഷ്യന്റെ മുമ്പിൽ എന്ത് പച്ച നുണയും എന്ത് കള്ളവും എന്ത് നെറികേടും പറയാൻ കഴിയുമെന്ന് BJP സ്ഥാനാർത്ഥികൾ തെളിയിച്ചുകൊണ്ടിരിക്കുക. ശോഭാ സുരേന്ദ്രന്റെ ഒരു വേറൊരു വേർഷൻ ആണെങ്കിൽ മറ്റു സ്ഥലങ്ങളിൽ മുഴുവൻ മറ്റൊരു വേർഷനാണ്. കുറെ സ്ഥാനാർത്ഥികൾ ഈ കേരളത്തിൽ സർക്കാർ മേഖലയിൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഉണ്ടാക്കും. ഇങ്ങനെ ഒരു എന്താ പറയുക, നാണം കെടുത്തുന്ന വിവരക്കേടുമായിട്ട് ഒരു ഭാഗത്ത് കുറെ എണ്ണം. അങ്ങനെ ഇത് കുറെ പേര് ഇത്തരത്തിൻ്റെ ഒരു അതർ എക്സ്റ്റെന്റിൽ നിന്നുകൊണ്ട് നാട്ടുകാരെ ഭീഷണിപ്പെടുത്തുന്നു. പണം കൊണ്ടു നടത്താൻ പറ്റൂ. ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, നിങ്ങൾക്ക് ഈ നാട്ടിൽ ഒരു സീറ്റ് പോലും കിട്ടില്ല. ഒരു സീറ്റ് പോലും നിങ്ങൾക്ക് കിട്ടില്ല. അത് കേരളം ഉറപ്പിച്ചിരിക്കുകയാണ്. ഇന്ന് നടന്ന കാര്യങ്ങൾ കൂടി ജനത്തിലെത്തുമ്പോൾ ആർക്കെങ്കിലും അല്പം സംശയം ഉണ്ടെങ്കിൽ അതുകൂടി ഇന്ന് തീർന്നിട്ടുണ്ടാവും. അതുകൊണ്ട് ഇതിനകത്ത് ഞാൻ ഇനിയായിട്ട് എന്തെങ്കിലും പറയേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കേരളത്തിലെ ജനങ്ങൾ അത്ര പ്രബുദ്ധരാണ്, പാലക്കാട്ടെ ജനങ്ങൾ പ്രബുദ്ധരാണ്. അവർക്ക് ഈ കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട്. പാതു നമ്മളെന്തിനും നമ്മുടെ ഊർജ്ജം ഇനി അധികം കളയുന്നത്. വി വസിഫ്, ഇതിപ്പോ ഈ കിറ്റ് കൊടുക്കുന്നത് കണ്ട ഇടങ്ങളിൽ മാത്രമാണ് വാർത്ത വന്നത്. അത് തന്നെ മാധ്യമങ്ങളുടെ ഈ ആക്ടിവിസം എന്ന നിലയ്ക്കാണ് വിമർശിക്കപ്പെടുന്നത്. അതുപോലെ തന്നെ ഈ പണം കൊടുത്തത് കണ്ട ഇടങ്ങളിലും റെക്കോർഡ് ചെയ്തിടും, അതുപോലും അംഗീകരിച്ച് നൽകുന്നുമില്ല. അപ്പൊ എത്രത്തോളം പണം ഒഴുക്കിയിട്ടുണ്ടാകും? അതാണ് ഞാൻ പറഞ്ഞത്. കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ
രാഷ്ട്രീയമായി ഒരു നേട്ടവും ഉണ്ടാക്കാൻ സാധിക്കാത്ത BJP ഇപ്പോൾ കാണിക്കുന്ന ഈ ഒരു വല്ലാത്ത തോന്നിവാസമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, ചർച്ച ചെയ്യുന്നത്. എന്നിട്ടും എന്തൊരു ന്യായീകരണമാണ് അവർ നടത്തുന്നത്? പകൽ പോലെ വ്യക്തമായ ദൃശ്യങ്ങളാണ് നമ്മുടെ മുമ്പിൽ വന്നത്. അപ്പോൾ ഈ BJPയെ നാട് തിരിച്ചറിയേണ്ടതുണ്ട്. കേരളത്തിന് പുറത്ത് എങ്ങനെയാണ് ഇവരുടെ രാഷ്ട്രീയത്തിന് മേൽക്കൈ ഉണ്ടാക്കുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും ചെറിയ ഒരു ഉദാഹരണം ഇവിടെ തന്നെ നമുക്ക് കാണാൻ പറ്റുക. ഇത്രയധികം പണം കോർപ്പറേറ്റുകളുടെ അടുത്ത് നിന്നും മറ്റും വാങ്ങി വെച്ചിട്ട് ആ പണം ഉപയോഗിച്ച് ഈ കേരളത്തിലെ മാത്രമല്ല ഇന്ത്യയിലെ ജനങ്ങളുടെ ജനാധിപത്യത്തെ അട്ടിമറിക്കാനാണ് ഇവർ പരിശ്രമിക്കുന്നത്. ഇവരെ നാട് തിരിച്ചറിയേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ കോൺഗ്രസ്, ഞാൻ നേരത്തെ സൂചിപ്പിച്ച രാജീവൻ തിരുവച്ചിറ ഉൾപ്പെടെയുള്ളവർ ഈ കോൺഗ്രസിലെ മണ്ഡലം പ്രസിഡന്റുമാർ ബേപ്പൂരിലാണ് ഇന്ന് 2 കേസ് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ കോൺഗ്രസും പരമാവധി അവർക്ക് പറ്റാവുന്ന പണവും മറ്റുമൊക്കെ ഉപയോഗിച്ച്, നമുക്കെല്ലാവർക്കും അറിയാം, വയനാടിന് വേണ്ടി ഫണ്ട് പിരിച്ചു പോലും മുക്കിയ ഈ കോൺഗ്രസ് ആ ഫണ്ടാണോ ഇവിടെ ചെലവഴിക്കുന്നത് എന്ന് നോക്കേണ്ടതുണ്ട്. കോൺഗ്രസ് ഈ നാട്ടിൽ ഇറക്കുന്ന പണവും നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ബേപ്പൂരിൽ ഉൾപ്പെടെ അവിടെ ബൂത്തിലിരിക്കുന്നവന് 1000 കൊടുക്കും എന്നാ പറയുന്നത്. 2 പരാതിയാണ് ബേപ്പൂരിൽ കൊടുത്തത്. കോൺഗ്രസിനെയും ഈ നാട് തിരിച്ചറിയേണ്ടതുണ്ട്. ജനങ്ങൾക്കിടയിൽ നുണ പറയുകയും അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പിനെ പണം കൊടുത്ത് അവരുടെ ജനവിധിയെ വാങ്ങാനുമൊക്കെയുള്ള ശ്രമം ഈ കേരളത്തിലെ വലതുപക്ഷം BJP ആയാലും കോൺഗ്രസ് ആയാലും മുന്നോട്ട് വരുമ്പോൾ അതിനെതിരെയെല്ലാം വികസനവും ക്ഷേമവും പറഞ്ഞ് ഞങ്ങൾ മുന്നോട്ട് വരും. കേരളത്തിലെ കഴിഞ്ഞ 10 വർഷക്കാലയളവിലെ വികസന പ്രവർത്തനങ്ങൾ ജനം തിരിച്ചറിയണം. ഇനിയും ഒരു ഇരുണ്ട കാലത്തേക്ക് ഈ നാട് പോകാതിരിക്കാൻ ഇടതുപക്ഷത്തോടൊപ്പം ശരിയുടെ പക്ഷത്ത് നിൽക്കേണ്ടതുണ്ട്. ഞങ്ങൾ സത്യവും അസത്യവും തമ്മിലുള്ള പോരാട്ടത്തിനാളുള്ളത്. അസത്യത്തോട് പോരടിച്ച് സത്യം ഇവിടെ ജയിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നത്. ഞങ്ങൾക്കെതിരെയൊക്കെ പറയുന്ന നട്ടാൽ മുളക്കാത്ത നുണകൾ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ഈ കേരളത്തിൽ നേതൃത്വം കൊടുക്കുന്ന നുണകളുണ്ട്. ആ നുണകളെ എല്ലാം ഞങ്ങൾ അതിജീവിക്കും. അതോടൊപ്പം ഈ BJPയുടെ പണവും അവരുടെ ധിക്കാരവും ഈ നാട് തിരിച്ചറിയുകയും അവർക്കെതിരെയെല്ലാം ഈ ജനവിധി ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഞങ്ങൾക്കുള്ളത്. ശരി, വളരെയധികം നന്ദി പാനലിസ്റ്റുകൾക്കും പ്രേക്ഷകർക്കും. Debate with Madhu Saji.